മൈത്രേയൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പല വീഡിയോകളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പ്രപഞ്ചം ഉള്ളതാണ്, അതില്ലാതിരുന്നിട്ട് ഉണ്ടായതല്ല. അത് പല ചോദ്യങ്ങൾക്കും മനുഷ്യരന്വേഷിക്കുന്ന പല ഉത്തരങ്ങളും നൽകുന്ന ഒരു കാര്യമായിട്ടാണ് മൈത്രേയൻ അത് അവതരിപ്പിക്കാറ്. അതെന്താ സത്യത്തിൽ എന്താണ് ഇപ്പോൾ മനുഷ്യർ ഈ അന്വേഷണത്തിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു കണ്ടെത്തലിൻ്റെ പ്രസക്തി എന്താണ് അതിൽ പുതുതായിട്ടുള്ളത്, എങ്ങനെയാണ് അത് ഉത്തരങ്ങളായിട്ട് നിൽക്കണേ എന്ന് പറഞ്ഞാൽ? ഇതൊരു തത്വചിന്താപരമായി ഫിലോസോഫിക്കലായിട്ടുള്ളൊരു നിലപാടാണ്. ശാസ്ത്രമായാലും ശാസ്ത്രത്തിനും ഹൈപ്പോത്തിസിസുകൾ ആവശ്യമാണ് അന്വേഷണങ്ങൾക്ക്. അതേപോലെ തന്നെ ഒരു ദിശ, അന്വേഷണത്തിൻ്റെ ദിശയ്ക്ക് വേണ്ടി നമ്മൾ വയ്ക്കുന്ന അത് ഹൈപ്പോത്തിസിസുകളാണ്. അപ്പോൾ അതുപോലെ ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് ആര് ശ്രമിച്ചാലും വേണ്ടി വരുന്ന ചില ചോദ്യങ്ങൾക്കും ചില ഉത്തരങ്ങൾക്കും ഉള്ള ഞാനൊരു മറുപടി എന്നുള്ളതല്ല. മാത്തമാറ്റിക്സിൽ നമ്മൾ ആക്സിയംസ് എന്ന് പറയും. അത് തന്നെ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. പിന്നെ വർഷങ്ങൾ കൊണ്ട് ഒന്നുകിൽ ഇല്ലാതിരുന്നിട്ട് പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുമ്പം ആ ഉണ്ടായതൊരു പോയിൻ്റായിട്ട് നമ്മൾ എടുക്കാൻ ബാധ്യത വരും. ഉണ്ടാകുന്നു എന്ന് പറയുന്ന അതിന് നമ്മളിപ്പോൾ ബിഗ് ബാങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് നമ്മൾ വെക്കാറുള്ളത്. അപ്പോൾ അത് വെക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന സിദ്ധാന്തം എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് തിയറിയായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്നും നമ്മളിപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന നക്ഷത്രങ്ങളും ഗാലക്സികളും ഉണ്ടാകും. പക്ഷേ അവിടെയും ഇത് എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന വശങ്ങളുണ്ട് സ്റ്റഡി സ്റ്റേറ്റ് തിയറിയിൽ. പക്ഷെ അത് നിരന്തരം എങ്ങനെയാണ് ബിഗ് ബാങ് ഇല്ലാതിരുന്നിടത്തുനിന്ന് ഉണ്ടായതുപോലെ അനുഭവിക്കുന്നത് പോലെ എല്ലാ സ്ഥലത്തു നിന്നും ശൂന്യതയിൽ നിന്ന് മാറ്റർ ഉണ്ടായി റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് മുഴുവൻ സമയത്തും ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രപഞ്ചമായിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആള് ഫ്രെഡ് ഹോയൽ എന്ന് പറയുന്ന ആളാണ്. അതിന് മുമ്പ് സ്റ്റഡി സ്റ്റേറ്റ് പ്രധാനമായ 48 മറ്റേ അതിന് മുമ്പുണ്ടായിരുന്ന ഒരാളാണ് ഇത് തിയറി ആയിട്ട് അവതരിപ്പിച്ചിരുന്നത്. അതിന് പക്ഷേ ഒരു റിവൈവൽ ഉണ്ടായിരുന്നത് ഈ ഫ്രെഡ് ഹോയൽ പറയുന്ന വഴിയാണ്. അപ്പോൾ അതൊരു കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഐൻസ്റ്റൈൻ പറയുന്ന അദ്ദേഹത്തിന് ഇതുപോലെ ഈ പറയുന്ന പ്രപഞ്ചം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് വെക്കുന്നുണ്ട്. അത് അങ്ങനല്ലാതെ വിശദീകരിക്കാൻ അന്ന് പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇതുപോലൊരു കോൺസെപ്റ്റ് വെച്ചിട്ടായിരുന്നു ആദ്യം തിയറി ഓഫ് റിലേറ്റിവിറ്റി പറഞ്ഞിരുന്നത്. പിന്നെ അത് എൻ്റെ ബ്ലണ്ടറാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതെടുത്ത് മാറ്റുന്നുണ്ട്. പക്ഷേ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് വേണ്ട, കാരണം ഈ എക്സ്പാൻഡ് ചെയ്യുന്ന യൂണിവേഴ്സ് ഉണ്ട് എന്ന് ഈ ഹബിൾ ടെലിസ്കോപ്പല്ല, ഹബിൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിലെ സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ടെലിസ്കോപ്പിനകത്തൂടെ കണ്ടിട്ട്, അപ്പോൾ ഈ റെഡ് ഷിഫ്റ്റ് എന്ന് പറയും, ലൈറ്റ് ഇനി എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഗാലക്സികളിൽ നിന്നുള്ള ലൈറ്റ്, അകന്നു പോകുന്ന ഗാലക്സിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റെഡിൻ്റെ സ്പെക്ട്രത്തിലേക്ക് മാറും, വേവ് ലെങ്ത് മാറും. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ദൂരേക്ക് അകലുന്ന ഒത്തിരി ഗാലക്സികൾ കാണുന്ന കാരണം കൊണ്ട് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് ഐൻസ്റ്റൈനും അവിടെ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൺഫേം ചെയ്യുന്നുണ്ട് ഈ റെഡ് ഷിഫ്റ്റ് വെച്ചിട്ട്. റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെയാണോ വികസിക്കുന്നത്? നമ്മൾക്ക് അകലുന്നു എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള ഏത് ഗാലക്സിയിൽ നിന്ന് നോക്കുന്ന ഒരാൾ നോക്കുകയാണെങ്കിൽ, നമ്മളൊരു കോൺഷ്യസ് ആക്ടർ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ ഗാലക്സിയിൽ നിന്നും ചുറ്റുപാടുമുള്ള മറ്റ് ഗാലക്സികൾ അകന്നു പോകുന്നതായിട്ട് അനുഭവിക്കും. ഇതാണ് അനുഭവിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും
ഒരു കൂട്ടർക്ക് മറ്റുള്ളത് അകന്നു പോകുന്നതായിട്ട് അനുഭവിക്കുന്നത് എല്ലാവർക്കും എല്ലാം അകന്നു പോകുന്നതായിട്ട് തന്നെ അനുഭവിക്കും. അതിനവർ പറയുന്നത് അതുകൊണ്ടാണത് ഒരു ബലൂണ് വീർക്കുന്നത് പോലെയാണ് അതിനെ കൺസീവ് ചെയ്യുന്നത്. ബലൂണിൻ്റെ മുകളിൽ ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ ഇടും. ഡോട്ട് ഇട്ടാൽ ബലൂൺ വീർക്കുമ്പോൾ ഇത് ആന്തരികമായ വികാസമായിട്ടാണല്ലോ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഡോട്ടുകൾ എല്ലാത്തിലും ഒരുപോലെ ഈക്വലായിട്ട് അകലുന്നതായിട്ട്. അപ്പോൾ എവിടെ നിൽക്കുന്നോ അവിടെ നിൽക്കുന്നവർക്ക് മറ്റുള്ള ഗാലക്സികൾ അകന്നു പോകുന്നതായിട്ട് അനുഭവിക്കത്തുള്ളൂ. അപ്പോൾ ഈ അനുഭവം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തുന്നതാണ് ഈ നമ്മൾ ബിഗ് ബാങ് എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞാൽ അതൊരു നിക് നെയിമാണ്. ഈ ഫ്രെഡ് ഹോയൽ ഇട്ടതാണ്, കളിയാക്കാനായിട്ട് ഇട്ടതാണ്. ഒരു പൊട്ടിത്തെറിക്കാരൻ വന്നിരിക്കുന്നു, കുറെ പൊട്ടിത്തെറിക്കാരന്മാരുടെ നാട്ടിലുണ്ട്, അവന്മാരുടെ സാധനമാണ് ഇത് എന്ന് പറഞ്ഞ അയാൾ കളിയാക്കാൻ ഇട്ട പൊട്ടിത്തെറിയാണ് പിൽക്കാലത്ത് ഇപ്പം അറിയപ്പെടുന്ന സിദ്ധാന്തമായിട്ട് നിലനിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്നാണ് ഇന്ന് അതിനെ പറയുന്നത്. വീർക്കുക, ബലൂൺ വീർക്കുന്ന ഇൻഫ്ലേഷൻ, തിയറി ഓഫ് ഇൻഫ്ലേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത് കാണുന്നത്. അപ്പം ആ തെളിവ് വന്നതുകൊണ്ടാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി ഡിസ്കാർഡ് ചെയ്യുന്നത്. അതായത് അകലുന്നുകൊണ്ടിരിക്കണം, സ്റ്റഡി സ്റ്റേറ്റ് അല്ല. അത് അന്ന് തന്നെ അതിൻ്റെ സിദ്ധാന്തങ്ങൾ ഡെവലപ്പ് ചെയ്ത് പറയുന്നവർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതെന്ന് പറയുന്നത് കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. ബിഗ് ബാങ് തിയറിയുടെ അതിനകത്ത് അതിൻ്റെ ഒരു അതുണ്ടാകും എന്നവർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ കാലത്ത് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്, കണ്ടെത്താനായിട്ട്. അപ്പോൾ ആരും അന്ന് കണ്ടെത്തുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭയങ്കര പ്രശ്നത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ടെലിവിഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ടെലിവിഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ ഒരു റഡാർ പോലത്തെ ഒരു റിസീവർ പോലത്തെ ഒരു സാധനം അത് വെച്ച് ഇത് ഈ പരീക്ഷണം നടത്തി ഇത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ 2 ടെക്നീഷ്യന്മാർ, അവരതിങ്ങനെ ചെയ്യുമ്പം ഇതിൻ്റെ സ്ക്രീനിനകത്ത് ഭയങ്കര ഇങ്ങനെ പൊരുപുരാന്ന് വരുന്ന ഒരു ഹിസിങ് സൗണ്ടോടെ ഒരു ഇത് കാണും. അപ്പോൾ അവരിത് എന്തോ കുഴപ്പം ഈ എന്താണ് റഡാറിനുണ്ട്, റിസീവറിനല്ല, ശരിക്കും മറ്റേ ആന്റിന പോലുള്ള സാധനത്തിനാണ് ഈ ഇത്. അപ്പോൾ അതിനകത്ത് എന്തോ ആദ്യം അവർ വിചാരിച്ചിരുന്ന ഈ പ്രാവൊക്കെ കയറി കാഷ്ടം ഇട്ടതാണ്. അതുകൊണ്ട് അവർ വീണ്ടും അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വീണ്ടും വന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ഉണ്ട്. അവരവസാനം കുഴഞ്ഞ് ഇത് മാറ്റുന്ന എന്തോ ഒരു കുഴപ്പമുണ്ട് ഈ ആൻറ്റിന നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഇത് അന്വേഷിക്കാനായിട്ട് അടുത്തുള്ള ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ അറിയുന്ന ഒരു സ്ഥാപനത്തിൽ പോയിട്ടാണ് ഇവർ ചോദിക്കുന്നത്. അവർ പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് പരിഹരിക്കാൻ വല്ല വഴിയുണ്ടെന്ന്. അപ്പോൾ അവർ എല്ലാവരും കൂടി ഇത് കേട്ടിട്ട് വായും പൊളിച്ചിട്ട് പറഞ്ഞു ഇവന്മാർ കണ്ടുപിടിച്ച്. അപ്പോൾ നമ്മൾ അന്ന് പഴയ ടെലിവിഷൻ, ഇപ്പം നമുക്ക് ആ ടെലിവിഷൻ ഇല്ല. ആദ്യകാലത്തെ ടെലിവിഷൻ ഇങ്ങനെ തുറന്ന് അതിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ഓണാക്കി കഴിഞ്ഞാൽ പിരുവിരാന്ന് വരുന്ന ആ സാധനമാണ് ഈ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്നത്. അതിപ്പം നമ്മുടെ പുതിയ ടെലിവിഷനകത്ത് അതിൻ്റെ ടെക്നോളജി മാറിയത് കൊണ്ടാണ്, വാൽവ് ഒക്കെ അല്ലാത്ത സാധനങ്ങൾ വന്നതോടാണ് അതങ്ങ് കാണാതായത്. അതാണ് ഉള്ളത്. അപ്പം ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ, പക്ഷെ അവർ കണ്ടുപിടിച്ചവരായി മാറി. ഇവരാണെങ്കിൽ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവർ തലയിൽ കൈയും വെച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നവർക്ക് കിട്ടിയതും ഇല്ല, ഇവർ കണ്ടുപിടിച്ചു. അങ്ങനെ ഇവർക്ക് 2 പേർക്ക് ഈ ടെക്നീഷ്യന്മാർക്കും നോബൽ പ്രൈസ് കിട്ടി. കാരണം അത്രയും വലിയൊരു കണ്ടുപിടുത്തമാണത്. അപ്പം അതും കൂടെ കണ്ടുപിടിച്ചതോടെ ഇത് ഈ ബിഗ് ബാങ് ഉണ്ടായ ഈ ഇൻഫ്ലേഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന റേഡിയേഷൻ. അതെ അതുണ്ടാകും, ഇങ്ങനെ ഒരെണ്ണം റെമിനിഷൻ ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും എന്ന് അന്നേ അവർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ അതുകൊണ്ട് അതും ഈ 2 എണ്ണം ഈ അകന്നു പോകുന്ന ഇതും കൂടെ ആയപ്പോഴത്തേന് സംശയമില്ലാത്ത നിലവാരത്തിൽ ഈ എക്സ്പാൻഷൻ ഉണ്ടാകുന്നു എന്നുള്ളതും അത് അല്ലാതെ നിരന്തരം ഒരുപോലെ ഇരിക്കത്തില്ല എന്നും അത്തരത്തിലുള്ള എല്ലാ ഇതും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്റ്റഡി സ്റ്റേറ്റ് തിയറി ഇല്ലാതാണ്. ഞാൻ പറയുന്ന സമയത്ത് ഈ മാറ്റങ്ങൾ ഇല്ലെന്നോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഇല്ലെന്നോ ഒന്നുമല്ല. ഫിസിക്സിനകത്ത് തന്നെയുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റാണ്
എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോ ഡിസ്ട്രോയിഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനർജി ഫോം മാറിയുള്ളൂ, അതിനെ നശിപ്പിക്കാൻ കഴിയും. അത് ഇല്ലാതെ അതിപ്പോ അത് ഉള്ളതാണ്. അത്ര സിമ്പിൾ അല്ലേ ഞാൻ ഈ പറയുന്നത്? ഞാൻ കൂടുതൽ പറയുന്നത് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളതാണെന്നുള്ളതാണ് ഞാനും പറയുന്നത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പ്രപഞ്ചം ഉള്ളതാണ്, പക്ഷെ പ്രപഞ്ചം നിരന്തരം മാറുന്നതുമാണ്. അങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി പോലെയല്ല. സ്റ്റഡി സ്റ്റേറ്റ് തിയറി അല്ല ഞാൻ പറയുന്നത്. ആൾക്കാരൊക്കെ ഇതിനൊക്കെ ചവിട്ടി വന്നിട്ട് ഞാനൊരു കോന്തനാണ്, ഇതിനെന്താണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ കോന്തന്മാരോട് എനിക്ക് പറയാനുള്ളത് അതല്ല പറയുന്നത്. നിരന്തരം നിരന്തരം മാറുന്ന പ്രപഞ്ചം ഉള്ളതാണ്, ഇതാണ് പറയുന്നത്. അപ്പം നിരന്തരം മാറുക എന്ന് പറയുന്നത് ഏതെങ്കിലും സമയത്ത് ആരംഭിച്ചതല്ല. ആരംഭം നമ്മൾ പറയുന്നത് എന്താണ്? ആരാണോ ലോകത്തിനെ അറിയാൻ ശ്രമിക്കുന്നവർ, അത് ലോകത്തിലെ അത് മനുഷ്യരുടെ കാര്യമൊന്നുമല്ല പറയുന്നത്. മനുഷ്യരുടെ കാര്യമേ അല്ല പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ബീയിങ്, ഒരു ജീവി പ്രപഞ്ചത്തിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവിടെ എല്ലാം അവർ ഈ പറയുന്ന പ്രശ്നത്തിനകത്ത് ഇങ്ങനെ തന്നെ എത്തും. അതായത് അവർക്കൊരു ആരംഭം വേണം, ഒരു അവസാനം വേണം. അത് മെഷർ ചെയ്യുന്നവരുടെ നീഡാണ്. ആരാണോ അറിയാൻ ശ്രമിക്കുന്നവർക്ക് മെഷർ ചെയ്യാൻ ബാധ്യത വരും, അളക്കാൻ ബാധ്യത വരും. അളക്കാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് ആരംഭം വേണം, എന്നാലേ അളക്കാനൊക്കെ ഒരു പോയിന്റിൽ നിന്നേ തുടങ്ങാൻ പറ്റുള്ളൂ. ആ തുടങ്ങുന്നതിനെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്ന് അറിയാൻ ശ്രമിക്കുന്നോ അവിടെ ആരംഭിക്കാൻ വേണ്ടി വരും. ഇതാണ് ഞാൻ പറയുന്ന പോയിന്റ്. അതായത് പ്രപഞ്ചത്തിന് ആരംഭമില്ല, പ്രപഞ്ചത്തിൽ ഒരു തുടക്കവും ഇല്ല, ഒരു ആരംഭവും ഇല്ല, ഒരു അവസാനവും ഇല്ല. അറിയുക എന്ന പ്രോസസ്സിന് ഇങ്ങനൊരു ഇത് രണ്ടും ആവശ്യമാണ്. അപ്പം പ്രപഞ്ചം ഉള്ളതാണ്, അത് നിരന്തരം മാറുന്നതാണ്. ആരാണോ അറിയുന്നത്, ആരാണോ അറിയാൻ ശ്രമിക്കുന്നവര്, അവരിടുന്ന തുടക്കങ്ങളും അവസാനങ്ങളുമേ പ്രപഞ്ചത്തിലുള്ളൂ. അത് വളരെ ലളിതമായിട്ട് ഞാൻ പലതവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ഇരുന്ന് സംസാരിക്കുന്നു. ഈ സ്ഥലത്തു നിന്ന് നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ ടൗണിലേക്ക് എത്ര ദൂരം എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അളക്കും. ഇവിടുന്ന് അളന്നിട്ട് നമ്മൾ പറയുകയാണ് 150 കിലോമീറ്റർ ദൂരെയാണ് എന്ന് പറയുമ്പോൾ കോഴിക്കോട്ടിരുന്ന ഒരാൾ അളന്നിട്ട് പറയും അല്ല അത് 200 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ പറയും അവിടുന്ന് ആരംഭിക്കാൻ പറ്റത്തില്ല, ഇവിടുന്ന് ആരംഭിക്കണം. എന്തുകൊണ്ടാണ് ഇവിടുന്ന് ആരംഭിക്കേണ്ടി വരുന്നത്? ഇവിടെ നമ്മളിവിടെ ഇരിക്കുന്ന നമ്മൾ അളന്നത് കൊണ്ടാണ് ഇത് തുടക്കമാകുന്നത്. പിന്നെ എല്ലാവർക്കും ഇവിടുന്ന് അളക്കാൻ ബാധ്യത വരും. ഇതുകൊണ്ടാണ് 2024 ഉണ്ടാകുന്നത്. ആരോ ദിവസം കാൽക്കുലേറ്റ് ചെയ്തത് കൊണ്ടാണ് 2024 ആണ് ഈ വർഷം എന്ന് പറയുന്നത് പോലെ തന്നെ 1700 വർഷമായെന്ന് അറേബ്യയിലിരുന്ന് പറഞ്ഞാലും 2250 ആണെന്ന് ബുദ്ധന്റെ ആൾക്കാർ പറഞ്ഞാലും അത് അവര് തുടങ്ങിയ കൊല്ലവർഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ തുടക്കങ്ങളും അവസാനങ്ങളും വെച്ചിട്ട് മാത്രമേ കഴിയൂ എന്നാണ്. അവരെന്ന് തുടങ്ങി എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എത്രയായി. അതാണ് തുടക്കങ്ങൾ. അതാവണം പ്രപഞ്ചത്തിന്റെ തുടക്കം. അതല്ല, പ്രപഞ്ചത്തിൽ തുടക്കങ്ങളേ ഇല്ല, തുടക്കമില്ല. അല്ല പ്രപഞ്ചത്തിന്റെ തുടക്കം ഒന്നുമല്ല, പ്രപഞ്ചത്തിന് തുടക്കാനൊക്കത്തില്ല. പ്രപഞ്ചം ഉള്ളതാണ്, അത് ഇല്ലാതിരുന്നിട്ടുണ്ടായതുള്ളതല്ല. പക്ഷെ അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അറിയാൻ ആര് ശ്രമിക്കുന്നോ അവർക്ക് തുടക്കങ്ങളും അവസാനവും ആവശ്യമാണ്. അറിയാൻ നമുക്കൊരു ടൂള് വേണം. അതിനാണ് മെഷറിംഗ് റോഡ് എന്ന് ഞാൻ അളക്കാനൊരു മാനദണ്ഡം നമ്മൾ പറയത്തില്ല. മാനം എന്ന് പറഞ്ഞാൽ അളക്കുക, അതിനൊരു ദണ്ഡ് വേണം. അപ്പൊ നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരെണ്ണം ഇല്ലാതെ നമുക്ക് അളന്നു തുടങ്ങാൻ പറ്റില്ല. അപ്പൊ ഉള്ള ആയുധത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. അത് അളവിന്റെ വ്യത്യാസങ്ങളാണ്, അതല്ല പറയുന്നത്. അളന്നേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളത്. അറിയണോ മെഷർ ചെയ്യണം, ഇത്രയാണ് ഈ പറയുന്നത്. അത് ഏതെങ്കിലും നിലവാരത്തിൽ നമ്മൾ അളക്കണം. നമ്മളിപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്നത് ഇതുപോലൊരളവാണ്. കേൾക്കുക എന്ന് പറയുന്ന ഒരളവാണ്. നമ്മളിപ്പോൾ ഈ മുന്നിലിരിക്കുന്ന ഗ്ലാസ്, ഈ ഗ്ലാസ് കണ്ടിട്ട് നമ്മൾ ഇത് ഗ്ലാസ്സാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ
അത് തൊട്ടാൽ കണ്ടതുപോലല്ല. ആ, അതിനെ തന്നെയാണ് അറിയുന്നത്. ആ തൊട്ടിട്ടുള്ള അനുഭവം വേറെ. തൊട്ടുന്ന അനുഭവം വേറെയാണ്, അതിനിങ്ങനെ മുട്ടിയാൽ കിട്ടുന്ന ശബ്ദം വേറെയാണ്. അപ്പം നമ്മൾ 3 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പം നമ്മൾ അതിൽ ഇത് വെക്കുന്നത്. അത് എടുത്തിട്ട് മണത്താൽ ഗ്ലാസ് ആയതുകൊണ്ട് ഒരു മണം കിട്ടാത്ത കാരണം കൊണ്ട് അതിനെ അറിയാൻ കഴിയാത്തില്ല. പക്ഷേ തൊട്ടറിയാം, കണ്ടറിയാം, കേട്ടറിയാം. അപ്പം ഇങ്ങനെ ഒന്നിനെ തന്നെയാണ് വ്യത്യസ്തമായ രീതിയിൽ അറിയുന്നത്. ഓരോ ഇന്ദ്രിയങ്ങളും, അല്ലാതെ ഇവിടെ വേറെ വേറെ വസ്തുക്കൾ ഉണ്ടായിട്ടില്ല. ഇല്ല. ഓക്കെ. ഇവിടെ ഉള്ളതിനെ എത്ര തരത്തിലെ ഇന്ദ്രിയങ്ങളുണ്ടോ അത്രയും തരത്തിൽ വ്യത്യസ്തമായി നമുക്കറിയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ അറിവുകൾ ആരംഭം എന്ന് നമ്മൾ പറയുന്നത് നമ്മളിത് അറിയാൻ ശ്രമിക്കുന്ന സമയം തൊട്ടാണ് ആരംഭം ഉണ്ടാകുന്നത്. ഇതുകൊണ്ടാണ് ലോകത്ത് എവിടെ ഇരുന്ന് ആളുകൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ വർഷങ്ങളുണ്ടാക്കിയവരും അതുപോലെ തന്നെ ദൂരം അളന്നവരും ആരാണോ അളന്ന് തുടങ്ങിയെടുത്തു എന്നാണ്. ഇപ്പം നമ്മൾ ഗ്രീനിച്ച് മീൻ ടൈം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ലോകം മുഴുവൻ ഭരിച്ചത് കൊണ്ടാണ് നമ്മളിന്ന് അതിനെ ബ്രിട്ടനിൽ കൂടെയാണ് ഇത് പോകുന്നത്. ഭൂമി ഉരുണ്ടതാണ്, എവിടെ വേണേലും അത് വെക്കാൻ പറ്റും. അതിനെ വെച്ചിട്ട് ആണ് നമ്മൾ ഇന്ന് ഇന്റർനാഷണൽ കോമൺ അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് വെറുതെ ആരും കോമൺ അഗ്രിമെന്റ് തുടങ്ങിയിട്ടൊന്നുമില്ല. ബ്രിട്ടീഷുകാർ ലോകം ഭരിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ നാട്ടിൽ കൂടെയാണ് ഈ ദിവസം കടന്നു പോകുന്നതെന്ന് വെക്കുന്നത് കൊണ്ടാണ് അതുണ്ടാകുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ മറുവശത്തുണ്ടായിരുന്ന ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്ന ലൈൻ അപ്പുറത്ത് വന്നു. അങ്ങനെയാണ് പസഫിക്കിൻ്റെ മേളിൽ കൂടെ ഒരു വര വരുന്നത്. എന്നുവെച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, ഇംഗ്ലണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടും ഭൂമിയുടെ മറുവശത്തൂടാണ് ആ വര. ആ വര എന്ന് പറയുന്നത് നേരെയല്ല വരച്ചിരിക്കുന്നത്. അതും നമ്മളിതുപോലെ അറിയണം. ചില ദ്വീപുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ആണെന്ന് മനുഷ്യർ തീരുമാനിച്ചിട്ടാണ് അത് വരയ്ക്കുന്നത്. തൊട്ടടുത്ത് കിടക്കുന്ന ഇത് കഴിഞ്ഞ ദിവസവും ഇപ്പുറത്തെ സ്റ്റേറ്റ് അടുത്ത ദിവസവുമാണ് കിടക്കുന്നതായിട്ടാണ് ഈ അളവ്. അപ്പം നമുക്ക് സമയം ഇങ്ങനെ അവിടെ ഉള്ളതുപോലെയാണല്ലോ നമ്മളെല്ലാം വ്യവഹരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം സമയമുണ്ട്. ആ സമയം കൊണ്ടാണ് നമ്മൾ ഇപ്പം ഇത്ര മണിയായി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു സംശയമൊന്നും ഇല്ലാതാണ് എല്ലാവരും പറയുന്നത്. നീ ഇപ്പോഴാണോ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊരു മെഷറിംഗ് റോഡാണെന്ന് നമ്മൾ അറിയുന്നില്ല. ഈ സ്പേസ് ആൻഡ് ടൈം എന്നുള്ളത് ഇപ്പം നമുക്ക് നാളെ വരാം എന്ന് പറയാം, പക്ഷെ ഇന്നലെ വരാമെന്ന് നമ്മൾ ചോദിക്കുമോ? ഇന്നലെ വരാമോ എന്ന് ചോദിക്കും. നീ ഇന്നലെ വരുമോ എന്ന് ചോദിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ചോദിക്കാതിരിക്കുമ്പോൾ നമുക്ക് യാതൊരു സംശയമില്ലാതെ അറിയുന്നതല്ലല്ലോ ഇന്നലെയിലോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ അമേരിക്കയിൽ വല്ല ഇവിടെ ഇരുന്നാണ്ട് ഇപ്പോൾ അമേരിക്കയിലോട്ട് ഫോൺ വിളിക്കാം, അവർ ഇന്നലെ സംസാരിക്കുന്നു, അവർ ഇന്നലെ ആയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അവരങ്ങനെ ഇരിക്കും എന്ന് നമ്മുടെ പ്രശ്നമല്ലേ ഇത്? ഒരേ സമയത്ത് കഴിഞ്ഞുപോയ കാര്യത്തിൽ നമ്മൾക്ക് ഒരു 5 മണിക്കൂറുടെ കഴിഞ്ഞിട്ട് പാതിരാത്രിയായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ജപ്പാനിലോട്ട് വിളിച്ചാൽ അവർ നാളെ ആയിരിക്കുന്നത്. ഇത് ആകെ കുഴയത്തില്ലേ? അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് എവിടെങ്കിലും ഒരു വർഷം ആരംഭിക്കാൻ പറ്റത്തില്ല. മനുഷ്യർ ആരംഭിച്ചത് വർഷങ്ങളെ ലോകത്തുള്ളതെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഭൂമി തിരിയതേ ഉള്ളൂ. നമ്മുടെ മെഷറിങ് കൊണ്ടാണ് ഡേറ്റുകൾ ആരംഭിക്കുന്നത്. അല്ലാതെ ഭൂമിയിൽ ഒരു ദിവസവും തീരുന്നില്ല. ഇപ്പം സൂര്യൻ്റെ വെളിച്ചത്തിനനുസരിച്ചിട്ട് നമ്മൾ ഒരു പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, പകൽ തന്നെ എപ്പോഴും പകൽ തന്നെയാണ്. ആ ദിവസം എവിടെ പോകും? തീരുന്നില്ല. നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോയാൽ നമ്മുടെ അര ദിവസം പോയി കിട്ടും. ജീവിതത്തിൽ നിന്നേ ചില ദിവസം തന്നെ നഷ്ടപ്പെട്ടു പോകും. അമേരിക്കയിൽ നിന്ന് ന്യൂസിലൻഡിലോട്ടൊക്കെ പറക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസം പോകും. ഇതുപോലൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പം നമ്മൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വളരെ കൃത്യമായ അളവും കറക്റ്റായ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. അങ്ങനൊന്നും അല്ല ഈ പ്രപഞ്ചം ഇരിക്കുന്നത്. അറിയാൻ ശ്രമിക്കുന്നവരിടുന്ന ആരംഭങ്ങളും അവസാനങ്ങളുമേ ഉള്ളൂ. പ്രപഞ്ചം നിരന്തരം മാറുന്നതാണ്. ഇതുകൊണ്ടാണ് മാറ്റത്തിനനുസൃതമായി നമുക്ക് ഇത് അളക്കാൻ കഴിയാതിരിക്കുന്നതുകൊണ്ട് മാറ്റമില്ലാതിരിക്കുന്ന വശങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ അളവുകളൊക്കെ പറയുന്നത്. മാറ്റം നമുക്ക് അങ്ങനെ അളന്ന് എത്രയോ തരത്തിലെ മാറ്റങ്ങളുണ്ട്. ഇപ്പം നമ്മൾക്ക് ഇപ്പം ഒരു സംശയമില്ലാതെ നാളെ നമ്മൾ ട്രെയിനിൽ കയറി പോവും എന്ന് നമ്മൾ പറയുന്ന സമയത്ത്
ഈ എന്താണ് പിന്നെ എന്താണ് അലാസ്ക അല്ലെന്നുണ്ടെങ്കിൽ സൈബീരിയ, അവിടെ നിൽക്കുന്ന ഒരാളിന് നാളെ എന്ന് പറയാൻ എളുപ്പമല്ല. കാര്യം കൊണ്ട് സൂര്യനെ അസ്തമിക്കാനല്ലേ അസ്തമിക്കുക. ഞാൻ 6 മാസം സൂര്യനെ കാണത്തില്ല. അല്ലെങ്കിൽ 6 മാസം സൂര്യൻ അവിടെ നിൽപ്പുണ്ട്. നാളെ എവിടത്തെ ഏത് നാളെ പറ്റിയാ പറയുന്നത്? 6 മാസം നീണ്ട നാളെയായിപ്പോ. നമുക്ക് ഈ നമ്മുടെ ഈ മെഷർമെന്റ് മുഴുവനും നമ്മൾ ഇത്രയും വ്യവഹരിക്കുന്ന മനുഷ്യർ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഭൂമധ്യ രേഖയിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു അനുഭവം മാത്രമാണത്. അപ്പം ഇത് നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രപഞ്ചത്തിനെ അറിയാൻ ശ്രമിക്കുന്നവരിടുന്ന അടയാളങ്ങൾ വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തിനെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനൊക്കത്തില്ല. പക്ഷെ നമുക്കത് ഫങ്ഷണലായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഉണ്ട്. അതാണ് നമ്മൾ ഈ പറയുന്നത്. നമുക്ക് ഇവിടുന്ന് വണ്ടി കയറി അമേരിക്ക പോകാൻ പറ്റുമല്ലോ, നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റുമല്ലോ, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ അറിയേണ്ടതുണ്ട്. നമ്മുടെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ബിഗ് ബാങ് എന്ന് പറയുന്നതിന് തെളിവുണ്ടെന്ന് പറയുന്ന 2 സാധനം നമ്മൾ പറയുന്നത് കൊണ്ടാണ്. പക്ഷെ അവിടെയാണ് പ്രപഞ്ചം ആരംഭിച്ചതെന്ന് ഒരാൾ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇല്ലാതിരുന്നിട്ടുണ്ടായി എന്ന് പറയുന്നതിന് ബാധ്യത വരും. അതിന് മുന്നേ എന്തായിരുന്നു? അപ്പം അത് മുന്നേ പറയാനൊക്കത്തില്ല. എന്തുകൊണ്ടാ? മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 വേണം. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പുറകോട്ട് ഈ അകന്നു പോകുന്ന ഗാലക്സികളെ പുറകോട്ട് നമ്മൾ കൺസെപ്റ്റലൈസ് ചെയ്ത് നമുക്ക് പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തമ്മിൽ അടുത്തടുത്ത് വന്ന് ഇതെല്ലാം കൂടെ ലോകത്തുള്ള സകല ഗാലക്സികളും ഒന്നിച്ച് മെർജ് ചെയ്യുന്നതായിട്ട് അനുഭവിക്കും. ഒരു പോയിന്റ് എന്ന് നമ്മൾ പറയുന്നതിനാണ് സിംഗുലാരിറ്റി. അപ്പോൾ ഒരു പോയിന്റ് അതാണെന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് വേറെടുത്തോട്ടില്ല. ഒടുക്കവും തുടക്കവും ആ പോയിന്റ്. ഒടുക്കവും തുടക്കവും ഒരിടത്താവും. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എൻട്രൻസ് എക്സിറ്റ് ഒരിടത്ത് തന്നെയല്ലേ എൻട്രൻസ്. അത് ഭയങ്കര രസമാണ്. എൻ്റെ കൂട്ടുകാരന് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ഞാൻ കൊടുത്ത് ഞാൻ ഇതിനകത്ത് കയറുന്ന വഴി കാണിച്ചു കൊടുത്ത്, ഞാൻ വരുന്നത് ഇയാൾ അവിടെ ഇരിക്കുകയാണ്. കാരണം ഇയാൾക്ക് എക്സിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞോണ്ട് അയാൾ അത് മുഴുവൻ പരിച്ചു നോക്കി. എക്സിറ്റ് ഇല്ല, എൻ്റർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കമ്പ്യൂട്ടറിനകത്ത് എക്സിറ്റ്? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. എൻ്റർ തന്നെ ഉള്ളു. എൻ്ററിലല്ലേ പോയിട്ട് നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് എക്സിറ്റ് ആകുന്നത്. എൻ്ററിൽ എക്സിറ്റ് വെക്കുമെന്ന് ലോജിക്കലി ആരെങ്കിലും ആലോചിക്കുമോ? അതുകൊണ്ട് അയാൾ അവിടെ ഇരിക്കുകയാണ്, എക്സിറ്റ് ഇല്ല. കമ്പ്യൂട്ടർ തുറന്നു വെച്ചിട്ട്. അപ്പോൾ ആദ്യമായിട്ട് അനുഭവിക്കുന്ന കാരണം കൊണ്ട് അയാൾക്ക് അതിനകത്ത് എണ്ണീറ്റ് അവിടെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് പോകാൻ പേടിച്ചിട്ട് അയാൾ ഇരിക്കുകയാണ്. 2 മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ ഇയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് എന്താണ്? അപ്പോൾ എൻട്രി ചെയ്യുന്നിടത്ത് തന്നെ എക്സിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ഇങ്ങനെയാണ്. അപ്പോൾ ഒടുക്കവും ഒരിടത്തായ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് 2 പോയിന്റ് ഇല്ലാത്ത അവസ്ഥയാണ്. ഇതുകൊണ്ടാണ് നമ്മൾക്ക് മെഷർ ചെയ്യണമെങ്കിൽ 2 പോയിന്റ് വേണം. അത് കാലത്തിൽ വെച്ച് പറഞ്ഞാലും ദേശത്തിൽ വെച്ച് പറഞ്ഞാലും നമുക്ക് 2 പോയിന്റ് ആവശ്യമാണ്. ഈ 2 പോയിന്റ് ഇല്ല എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് കൊണ്ടാണ് അതിന് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ബിഗ് ബാങ്ങിനകത്ത് മാത്രമല്ല, നമ്മളിപ്പോൾ പറയുന്ന നക്ഷത്രങ്ങളുടെ കൊളാപ്സിനകത്ത് ബ്ലാക്ക് ഹോളായിട്ട് മാറുന്ന സമയത്തും അവിടെയും സിംഗുലാരിറ്റി സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമുക്കത് അറിയാൻ പറ്റാതാവും. നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കാനുള്ള, നമ്മളെപ്പോഴും ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ദ്വാരം കൃത്യമായിട്ട് നമ്മൾ പറയും. പക്ഷേ സ്പേസിനകത്ത് 360 ഡിഗ്രിയിലും അത് ദ്വാരമാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ബ്ലാക്ക് ഹോൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരു സംശയമൊന്നും ഇല്ലാതാണ്. നമ്മളിവിടെ നിന്ന് നോക്കിയിട്ട് ബ്ലാക്ക് ഹോളിൻ്റെ പടമൊക്കെ എടുക്കും. 360 ഡിഗ്രിയിലും അത് ബ്ലാക്ക് ഹോളാണ്. അതെന്തൊരു ഹോളാത്? എങ്ങനെയാണ് അത് കൺസീവ് ചെയ്യുന്നത്? നമുക്ക് കൺസീവ് ചെയ്യാൻ പാടാം. അപ്പോൾ അങ്ങനെ. പക്ഷേ അതേ സമയത്ത് നമുക്ക് നമ്മുടെ വശത്തു നിന്ന് നമുക്ക് അതിനെ ഇങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റും. അത്രേ പറ്റൂ. അത് കൺസെപ്റ്റലൈസ് ചെയ്യാനേ പറ്റുള്ളൂ. 360 ഡിഗ്രിയിൽ അത് ബ്ലാക്ക് ഹോളാണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, പക്ഷെ അനുഭവിച്ചറിയാനോ അല്ലെങ്കിൽ അതൊരു തരത്തിലും നമുക്കത് സങ്കല്പിക്കാൻ. എന്നിട്ട് നമ്മൾ ഈ 360 ഡിഗ്രിയിലും
ഹോളായിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് എങ്ങോട്ടാണെന്നുള്ളൊരു ചോദ്യം നമുക്ക് വരും. എവിടെന്നാ തുറക്കണേ, എവിടേക്കാ പോണ? മറ്റേതങ്ങനെയല്ല, നമ്മളിപ്പോൾ സിനിമയ്ക്കകത്തൊക്കെ ബ്ലാക്ക് ഹോൾ ഇങ്ങനെ നടക്കുന്നതും അത് കഴിഞ്ഞിട്ട് ഒരു വേം ഹോൾ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അറ്റത്ത് അപ്പുറത്ത് വൈറ്റ് ഹോളും വെച്ചിട്ടാണ് ഇന്ന് കൺസെപ്റ്റലൈസ് ചെയ്ത് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ വീഴുന്നത് മുഴുവനും വേറെടുത്ത് പോയിട്ട് പുറത്തേക്ക് ചാടുന്നതായിട്ടൊക്കെ സങ്കല്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. പക്ഷെ ഇതൊക്കെ കൺസെപ്റ്റലൈസ് ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്കൊരിക്കലും അനുഭവപരമായിട്ടൊരിക്കലും ഉണ്ടാകത്തില്ല. കൺസെപ്റ്റ്സിൻ്റെ മേളിൽ തന്നെയാണ് അതെല്ലാം പറയുന്നത്. തെളിവ് നമ്മൾ പറയുന്നത് നമുക്ക് ഈ പറയുന്ന എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. അത് ഈ റെഡ് ഷിഫ്റ്റ് വെച്ചിട്ടാണ്, റെഡ് ഷിഫ്റ്റ് വെച്ചിട്ടും മൈക്രോവേവ്. അടുത്തത് ഒരെണ്ണം കൂടെ പുതിയതായിട്ട് ഇപ്പം നമുക്ക് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് ഗ്രാവിറ്റി ഇതുപോലെ പ്രശ്നമുള്ള ഒരു കൺസെപ്റ്റാണ്. മാസ്ലെസ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ട്. പണ്ടാണെന്നുണ്ടെങ്കിൽ മാസിനകത്തേക്കായിരുന്നു ഗ്രാവിറ്റി. അപ്പോൾ ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷണം ഉണ്ടാകും എന്ന് പറയുന്ന നിലവാരത്തിലായിരുന്നു ന്യൂട്ടൺ പറയുന്നത്. അത് അങ്ങനെയല്ലെന്ന്, ഒരു വലിയ മാസ് നിൽക്കുമ്പം അതിന് ചുറ്റിനുമുള്ള സ്പേസ് ടൈം എന്ന് പറയുന്ന ഇത് ഒരു ഫാബ്രിക്കായിട്ടാണ്. നമ്മളൊരു തുണി പോലെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു തുണിയിലൊരു ഒരു ഒരു എന്താണ് ഒരു പന്ത് നമ്മൾ ഇടുവാണെങ്കിൽ എങ്ങനെയാണോ താഴോട്ട് വലിഞ്ഞു നിൽക്കുന്നത് പോലെ, ആ തുണി താഴോട്ട് വലിയുന്നത് പോലെ ഈ ചുറ്റിനുമുള്ള സ്പേസും ടൈമും വളയും, ഒന്ന് വളയും, ബെൻഡ് ചെയ്യും. അപ്പം സൂര്യൻ, അപ്പം എത്രത്തോളം മാസ് ഉള്ള വസ്തുവാണോ അത്രത്തോളം ഈ സ്പേസ് ടൈം എന്ന് പറയുന്ന ഡയമെൻഷൻ വളയും എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത്. അപ്പോൾ അവിടെ കർവേച്ചർ ഓഫ് സ്പേസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഗ്രാവിറ്റി നല്ല വാക്കല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണെന്ന് പറയാനൊക്കുമോ? അത് തെറ്റാണെന്ന് പറയാനൊക്കത്തില്ല. കാര്യം ഐൻസ്റ്റീൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ചിട്ട് ഈ കർവച്ചർ കാരണം എന്താണ് സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ മറഞ്ഞു നിൽക്കുമ്പോൾ സൂര്യൻ്റെ പുറവശത്തുള്ള നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്ന് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രൂവ് ചെയ്യുന്ന ദിവസമാണ്, എനിക്കൊന്ന് എഡിങ്ടൺ ആണെന്ന് തോന്നുന്നു അത് പോയി നോക്കിയത്. ആ നോക്കിയ സമയത്ത് സൂര്യന് പുറകിലുള്ള നക്ഷത്രങ്ങൾ കാണാൻ പറ്റും. അത് കാണണമെന്നുണ്ടെങ്കിൽ കർവച്ചർ ഓഫ് സ്പേസ് സംഭവിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രൂവ് ചെയ്ത് ഇത് ശരിയാണ്. അടുത്തത് എന്ന് ഇതുപോലെ നമുക്ക്, അപ്പോൾ ഈ ഗ്രാവിറ്റി കർവച്ചർ ഓഫ് സ്പേസ് അതുപോലെ ഒന്നും കൂടെ ഉണ്ട്. ഡിസ്റ്റൻസിലുള്ള ഗാലക്സികൾ കാണാനായിട്ട് കഴിയുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു ഗാലക്സി നിൽക്കുന്നു, 1000 കോടി മൈലുകൾക്ക് അപ്പുറത്ത് മറ്റൊരു ഗാലക്സി നിൽക്കുന്നു. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഗാലക്സി ചുറ്റിനുമുള്ള സ്പേസ് വളയ്ക്കുന്നത് വഴി ഇതൊരു ലെൻസ് പോലെ വർക്ക് ചെയ്യും. കർവച്ചർ ഓഫ് സ്പേസ് സമയത്ത് ലെൻസ്, അപ്പോൾ ദൂരെയുള്ള ഗാലക്സി അടുത്ത് കാണുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഇപ്പം നമ്മൾ നമ്മുടെ ഈ ടെലിസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ നമ്മുടെ ലോക അനുഭവങ്ങൾ തന്നെയാണ്. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്ത് അങ്ങനെ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആ ലെവലിലുള്ള ഉത്തരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുന്നില്ല എന്നുള്ള നിലപാടൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. എന്താണോ എക്സ്പാൻഡ് ചെയ്യുന്നത് അത് ഉള്ളതാണ്. എത്രയാണ് ഈ പറയുന്നത്? ഉള്ള പ്രപഞ്ചം മാറുന്ന പ്രപഞ്ചമാണ്, അത് നിരന്തരം മാറുന്നതാണ്. നിരന്തരം മാറുന്നതിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇടുന്ന അടയാളങ്ങളാണ് തുടക്കങ്ങളും അവസാനങ്ങളും. അല്ല, പ്രപഞ്ചം തുടങ്ങുകയും അവസാനിക്കാനും ഒക്കത്തില്ല. നമുക്ക് മെഷർ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് ബിഗ് ബാങ് തുടക്കമായിട്ട് പറയുന്നത്. കാരണം രണ്ടില്ല, നമ്മളുടെ മെഷറിംഗിലൂടെ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് എന്താണ് അതിന് മുമ്പ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നി കാലം വെക്കണം. കാലം 2 എണ്ണം ഉള്ളിടത്ത് മാത്രമേ കാലഗണന നടക്കത്തുള്ളൂ. 2 ഉണ്ടെങ്കിലേ കാലഗണന നടക്കും. അതെ, അപ്പോൾ ഉടക്കവും തുടക്കവും വേണം. ഇതാണ് പ്രശ്നം. അപ്പം ഈ പ്രശ്നം ലോകത്തിനെ മനസ്സിലാക്കുന്ന സമയത്ത് ഇല്ലാതിരുന്ന ഒരു പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയെന്ന് പറയാനായിട്ട് നമുക്ക് 1000 കാരണം കണ്ടുപിടിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു അഭിയൂഹവും ആവശ്യമില്ല. ഉള്ള പ്രപഞ്ചമാണെന്ന് മനസ്സിലാക്കുകയും മാറുന്ന പ്രപഞ്ചമാണ് അറിയാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കാണ് തുടക്കവും അവസാനം ഉണ്ടെന്നും അറിയുന്ന വഴി നമുക്കൊരു കാര്യമില്ലാത്ത അനാവശ്യമായ അഭിയൂഹങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് ഉള്ള പ്രപഞ്ചത്തിനെ ഉണ്ടാക്കാൻ ആരും ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഉണ്ടാക്കലുകാരനെ വേണ്ടാതെ വന്നത്. ദൈവത്തിന് വേണ്ട. അപ്പോഴാണ് ദൈവത്തിന് വേണ്ടാതെ വന്നത്. ഉള്ള പ്രപഞ്ചത്തിനെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഉള്ളതാണ്. അപ്പം ഈ ആളുകളെ പറയും ദൈവം ഉള്ളതാണ്.
അവർക്ക് അത് വേണം, അത് വേണം. അപ്പോൾ ദൈവം ഉള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം ഉള്ളതാണെന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ മനസ്സിലാക്കിയാൽ മതി. അതിന് പിന്നെ വേറൊരുത്തനെ ആവശ്യമേ ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ നമ്മളത് ഉള്ളതാണെന്ന് സമ്മതിക്കണം. ദൈവത്തിൻ്റെ അച്ഛൻ ആരെന്ന് ചോദിച്ചുകൂടാ. ഇതാണ് പ്രശ്നം. അപ്പോൾ ഉള്ളതിനുണ്ടാകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആൾറെഡി അങ്ങനെ ഒരു ഉത്തരം ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. ഇത് ഞാൻ പുതിയതായിട്ട് പറയുന്നത്, നമ്മൾ ആകെ ഈ ഉണ്ടാക്കലുകാരനെ ആവശ്യമില്ലെന്ന് കണ്ടെത്തിയത്. കാരണം ദൈവം ഒരു ഉത്തരമല്ലാത്തതുകൊണ്ടാണ്. പ്രപഞ്ചത്തിനെ മനസ്സിലാക്കാൻ ദൈവം ഒരു ഉത്തരമല്ല. കാരണം ഉള്ള പ്രപഞ്ചത്തിനെ ഉണ്ടാക്കാൻ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ആവശ്യമില്ലാത്തത്. അത്രേ ഉള്ളൂ. അല്ലാതെ ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയ്ക്കകത്ത് നമുക്ക് പോകേണ്ട കാര്യമൊന്നും. ഞാൻ അത് ഉപയോഗശൂന്യമായ ഒരു സങ്കല്പനമാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ശാസ്ത്രീയമായി ഉപയോഗശൂന്യമാണ്. ലോകത്തിനെ അറിയാൻ അത് പ്രയോജനപ്പെടത്തില്ല. കാരണം ദൈവത്തിൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ ബാധ്യത അപ്പം തന്നെ നമുക്ക് വരും. അതേസമയത്ത് ഉള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇല്ലാതിരുന്നിട്ടുണ്ടായി എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. അത് ഇത് ആരുണ്ടാക്കി എന്തിനുണ്ടാക്കി എന്നുള്ള ചോദ്യമൊന്നും നമുക്കില്ല. ആരുണ്ടാക്കി എന്തിനുണ്ടാക്കി ഇത് ചോദിക്കേണ്ട കാര്യം ഉള്ളതാണ്. അതിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം വീണ്ടും എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം നമുക്ക് വരത്തില്ല. കാരണം ഉള്ളതാണത്. എങ്ങനെ മാറുന്നു എന്നുള്ള മാറ്റങ്ങളെ മനസ്സിലാക്കാനേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരിക്കലും ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യവും എന്തിനുണ്ടായി എന്നുള്ള ചോദ്യവും ഒന്നും നമുക്കില്ല. ഇതിങ്ങനെ പലതരത്തിലുള്ള മനുഷ്യ പ്രശ്നങ്ങളുടെ ഏറ്റവും നല്ല ഉത്തരമാണ് ഉള്ളതാണെന്നറിയുന്നത് വഴി. ഇത്രയും സിമ്പിളാണത്. ഇതൊരു ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫിലോസഫി എന്ന് പറയുന്നത് ലോകത്തിനെ കൺസെപ്റ്റലൈസ് ചെയ്യുന്ന മേഖലയാണ്. പഴയ കാലത്തെ അഭ്യൂഹങ്ങളല്ല ഈ പറയുന്നത്. പ്രപഞ്ചത്തിനെ പറ്റി മനസ്സിലാക്കുന്ന, അത് പ്രപഞ്ചത്തിനകത്ത് മനുഷ്യർ മനസ്സിലാക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്. പ്രപഞ്ചത്തിനെ എവിടെ ഇരുന്ന് ആരറിയാൻ ശ്രമിച്ചാലും ഈ ഉത്തരത്തിലെത്തും. ഉള്ളതാണെന്നുള്ള ഉത്തരത്തിലെത്തും. ഉള്ളതിൻ്റെ മാറ്റത്തിനെ മനസ്സിലാക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. നിരന്തരം മാറുന്ന അത് പലതരത്തിലെ പ്രപഞ്ചമുണ്ട്. മൾട്ടിവേഴ്സ്, പാരലൽ യൂണിവേഴ്സ് എന്നൊക്കെ ആളുകൾ പറഞ്ഞാലും എത്ര പ്രപഞ്ചം ഉണ്ടായാലും ശരി ഈ ഉത്തരം അതിന് ബാധകമാകും. കാരണം 1000 പ്രപഞ്ചം, കോടിക്കണക്കിന് പ്രപഞ്ചങ്ങൾ ചേർന്നതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അപ്പോഴും ഒരു പ്രപഞ്ചം വരും. കാരണം നമ്മുടെ ശരീരത്ത് കോടിക്കണക്കിന് സെല്ലുകളുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അത്രേ അർത്ഥമുള്ളൂ. അപ്പോഴും അതിനെ എല്ലാം കൂടെ ചേർത്ത് ഇതെങ്ങനെ ഉണ്ട്, എങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ ഉത്തരം പറയേണ്ടി വരും. അല്ല പാരലൽ യൂണിവേഴ്സ് എന്ന് പറയുന്നതോടോ മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന വഴി ഉത്തരം മാറത്തില്ല. ഇതെല്ലാം ചേർന്നുള്ള പ്രപഞ്ചം തന്നെയായിട്ട് എത്ര പ്രപഞ്ചം ഉണ്ടെന്ന് പറഞ്ഞിട്ടും വേറെ പ്രയോജനമൊന്നുമില്ല. നമ്മൾ ഈ ബിഗ് ബാങ് ആരംഭിച്ചത് എങ്ങനെയെന്ന് പറയാനായിട്ട് വേറൊരു യൂണിവേഴ്സ് വന്ന് തട്ടിയതാണ്, മുട്ടിയതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് എത്ര യൂണിവേഴ്സ് ഉണ്ടായിട്ടും നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം വേറെയില്ല. അതിന്റെ ആരംഭം എന്താണെന്നുള്ളതിന് അതുകൊണ്ടാണ് ഉള്ളതാണ് എന്ന് പറയുന്നതാണ് അതിന് ഏറ്റവും നല്ല ഉത്തരം. അപ്പൊ ആ ചോദ്യങ്ങൾ ആവശ്യമില്ലാണ്ട് വരും. അനാവശ്യമാണ് ആ ചോദ്യങ്ങൾ. ഉള്ള പ്രപഞ്ചത്തിന് ആരംഭിക്കേണ്ട ആവശ്യമില്ല, അതിനെ ഉണ്ടാക്കാനായിട്ട് ഒരാൾ ആവശ്യമില്ല. ഇത്രയാണ് അതിനുള്ളത്. അതിലിപ്പോ അത് വെരിഫൈ ചെയ്യാന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ടല്ലോ. അതിന് ഞാൻ പറഞ്ഞു ഉള്ള പ്രപഞ്ചം നേരത്തെ പറഞ്ഞ ഇല്ലാതിരിക്കുന്ന ഒരു സമയം മാത്രമാണ് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വെരിഫൈ ഉള്ളതിനെങ്ങനെ ഇല്ലാതാകാൻ പറ്റും? അതുകൊണ്ട് ഒരു കാലത്ത്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ഉത്തരമല്ലാത്ത ഒരു ഉത്തരം പ്രപഞ്ചത്തിന്റെ എന്ന് വരെ നിന്നോ അന്ന് വരെ ഈ ഉത്തരം ഉണ്ടാവും. അല്ലെങ്കിൽ പ്രപഞ്ചം ഇല്ലാതാകണം, എന്നാലേ ഞാൻ ഈ പറഞ്ഞ ഉത്തരത്തിന് മറുപടി തീരത്തുള്ളൂ. അപ്പൊ അത് അവസാനം ഉണ്ടെങ്കിൽ തുടക്കം ഉണ്ടായി കാണും. അപ്പോഴാണ് നമ്മൾ തുടക്കങ്ങളും അവസാനങ്ങളും എല്ലാം നമ്മൾ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ഉത്തരം ഇനി മനുഷ്യനാണ്. പ്രപഞ്ചം ഏതെങ്കിലും സമയത്ത് ഇല്ലാതിരുന്ന അപ്പൊ നീ കാണാനിരിക്കുന്നവനോട് ഇരിക്കും എന്നുള്ളൊക്കെ ഉത്തരം പറയേണ്ടി വരും. അളക്കാനിരിക്കുന്നവനോട് ഇരിക്കുന്നവന് പറയേണ്ടി വരും. അങ്ങനെ ഒരു ഉത്തരവില്ലടോ. ഉള്ള പ്രപഞ്ചമാണ്. ഞാൻ ഈ പറയുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ഉത്തരം ഇന്ന് പ്രപഞ്ചത്തിലില്ല. വെരിഫൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള സംഭവമില്ല. അത് അങ്ങനെ പരിശോധിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഇതിന്റെ അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോന്നായിട്ട് പറയുന്നത്. കൊണ്ടാണ് തുടക്കങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്. മനുഷ്യരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അറിയാൻ ആര് ശ്രമിച്ചാലും അത് പ്രപഞ്ചത്തിൻ്റെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ഗാലക്സികളുള്ളതിനകത്ത് എല്ലാം ജീവനുണ്ടെന്ന് നമ്മൾ സങ്കല്പിച്ചെന്ന് വെച്ചോ. അവിടെയൊക്കെ ഇരുന്ന് ആരെങ്കിലും അളന്നാലും ഇതുപോലെ തന്നെ അളക്കാനൊക്കത്തുള്ളൂ, ഇതുപോലെ തന്നെ മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. ഇത് ഒരു മനുഷ്യ പ്രശ്നവും ഭൂമി പ്രശ്നവും ഒന്നുമല്ല, പ്രപഞ്ചത്തിൻ്റെ പ്രശ്നമാണ്. ആ പ്രപഞ്ചത്തിന് അതെങ്ങനെ എന്ന് പറഞ്ഞാൽ ദേ ഇങ്ങനെ, ദേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ എന്ന് പറയുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ.
ആ ഉത്തരങ്ങളേ ഉള്ളു. ഇത് ഇനിയും കുറേ നാൾ കഴിഞ്ഞ് ഇതിനേക്കാളും നന്നായി ഞങ്ങളിത് പറയുമെന്നൊന്നും പറയാനൊക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അത്രയും ബോധ്യത്തിലാണ്, അത്ര ബോധ്യത്തോടെ പറയുന്ന ഒരു സ്ഥലമാണ്. അത് കൺസെപ്ച്വൽ ടൂള് കൊണ്ടുണ്ടായിരിക്കുന്ന അറിവാണത്. അത് കേരളത്തിലിരുന്ന് ഞാൻ പറയുന്നത് കാരണം കൊണ്ട് മാത്രം മണ്ടനായ ഞാൻ പറയുന്നു എന്ന് പറയുന്നത് മാത്രമേ ഈ മലയാളികളുടെ ഒരു നിലപാടുണ്ട്. അത് ഞാനെന്ത് പറയാൻ, എനിക്ക് വേറെ ഒന്നും അതിനെപ്പറ്റി പറയാനില്ല. അല്ല, അത് ഈ പറഞ്ഞ പോലെ ഇത് ഒരുപാട് ചോദ്യങ്ങളെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. അതാണ് പറയുന്ന സംഭവം. അത് എപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ഒരു കാര്യം ശരിയായി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ആയിരക്കണക്കിന് അഭിമുഖങ്ങളാണ് അപ്രത്യക്ഷമാകുന്നത്. അത് എൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമല്ല. ഏത് കാര്യവും അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഒരിക്കൽ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി അതുവരെയുള്ള അഭിമുഖങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് അത് ഇതിനകത്ത് മാത്രമുള്ള ഒരു കാര്യമല്ല. ഏത് കാര്യങ്ങളും നമ്മൾ അറിയുമ്പം അങ്ങനെയാണ് പണ്ടേ തൊട്ട് ആൾക്കാർ പറയും, സത്യം ഒന്നേ ഉള്ളു, എത്ര വേണേലും കള്ളമുണ്ടെന്ന് പറയുന്നത് പോലെയാണ്. അറിഞ്ഞ കാര്യം ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ ആ അറിവിന് പകരം പിന്നെ വേറെ ഒന്നുമില്ല. അനാവശ്യമായിട്ടുള്ള അഭിയോഗങ്ങൾ മുഴുവൻ പോകും. ഭൂതത്തിനെ കണ്ട് ടോർച്ച് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ തെങ്ങും കുറ്റിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭൂതം എങ്ങനെ ഉണ്ടായെന്നുള്ള ആലോചിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ഭൂതം നമ്മളെ പിടിക്കുമോ എന്നുള്ള ചോദ്യമില്ല, ഭൂതം കടിക്കുമോ എന്നുള്ള, ഭൂതത്തിന് ആണാണോ പെണ്ണാണോ എന്നോ ചോദ്യം, ആയിരക്കണക്കിന് ചോദ്യങ്ങൾ അതിന് മുമ്പുണ്ടായിരുന്നു. തെങ്ങുംകുറ്റി പിന്നെന്താണ്, തെങ്ങുംകുറ്റി കടിക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുമായിരുന്നെങ്കിൽ അങ്ങനെ ചോദ്യമില്ല, അവിടെ വെച്ച് തീർന്നത്. ഇതുപോലാണ്. അതുകൊണ്ടാണ് പ്രപഞ്ചം ഉള്ളതാണെന്നുള്ള ഉത്തരം കൊണ്ട് മനുഷ്യർ ഇതുവരെ സകല ഖുറാനും ബൈബിളും ഈ ഭഗവത്ഗീത ഇതൊക്കെ എഴുതിയിരിക്കുന്ന ശുദ്ധ അസംബന്ധമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇല്ലാതിരുന്ന ഒരു പ്രപഞ്ചത്തിനെ ആരോ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയവൻ്റെ പിന്നെ ആരുണ്ടാക്കി എന്നുള്ളതിന് ഉത്തരം പറയാൻ വീണ്ടും ഇത് നടക്കും. അത് നിങ്ങൾ ചോദിച്ചേക്കരുത്, മിണ്ടരുത് മേലെ ഈ ചോദ്യം ഇവിടെ ചോദിച്ചേക്കരുത് എന്ന് പറയുന്ന പോലെ പറയേണ്ട ആവശ്യം നമുക്കില്ല. അതെ, പ്രപഞ്ചം ഉള്ളതാണ്. ഈ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തെ അറിയാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ശ്രമം ഉണ്ടല്ലോ. അതെ. അപ്പോൾ ഈ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ അറിയാൻ ശ്രമിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒപ്പം ഇത്രയും പറയേണ്ട അറിഞ്ഞു തീരില്ല. കാരണം അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അറിഞ്ഞു വരുമ്പോൾ തന്നെ അത് മാറി. അതെ, അങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾക്ക് നിരന്തരം മാറുന്നത് ഇപ്പം നമ്മൾ ഇരിക്കുന്ന നമ്മളൊരു 10 കൊല്ലം മുമ്പ് ഇരുന്ന പോലെയല്ല നമ്മളിരിക്കുന്നത്. എന്തെല്ലാം ഇന്നലെ ഇരുന്ന പോലെ ഇന്നിരിക്കുന്നത്. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ ഓർമ്മ കൊണ്ട് ഒരു തുടർച്ച ഉണ്ടാക്കിയിട്ടാണ് ഇന്നലത്തെ ആൾ തന്നെയാണ് ഞാൻ എന്നൊക്കെ ആൾക്കാർ പറയും. ഞാൻ തന്നെയാണ് എന്നൊക്കെ പറയും. പക്ഷേ ഈ പറയുന്ന ആൾ മാറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കൂട്ടുകാർ 10 കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കിയിട്ട് പറയും, നിന്നെ കണ്ടാൽ തിരിച്ചു പോലും അറിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് മാറ്റം. നമ്മളെന്നും കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുന്നതിനെ കൊണ്ട് നമ്മൾ മാറുന്ന കാണത്തേയില്ല. പക്ഷെ നമ്മളെല്ലാവരും മാറിക്കൊണ്ടായിരിക്കുന്നത്. മാറാത്ത ഒന്നും പ്രപഞ്ചത്തിലില്ല, ഒന്നുമില്ല, എല്ലാം മാറിക്കൊണ്ടായിരിക്കുന്നത്. ആ മാറ്റത്തിനകത്ത് വ്യത്യസ്തമായ ഗ്രേഡിലുള്ള മാറ്റങ്ങളെയാണ് ഇത് ഉറച്ച സ്ഥലമാണ് എന്നൊക്കെ ആൾക്കാർ പറയത്തില്ലേ. ഇവിടെ ഉറച്ച ഭൂമിയാണ്. ആ ഉറച്ച ഭൂമിയാണ് വേണമെന്നൊക്കെ പറയുന്നത് നമുക്ക് പ്ലേറ്റ് ടെക്ടോണിക്കിനെ പറ്റി ഒക്കെ പഠിച്ചപ്പോൾ മല ഹിമാലയം ഉണ്ടായിട്ട് 4 കോടി വർഷമേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് ഹിമാലയം ഇല്ല. നമുക്കാണ് ഹിമാലയം അവിടെ മാറത്തില്ല. അവിടെ ഭയങ്കര തപസ്സൊക്കെ നടത്തുന്ന വലിയ വിദ്വാന്മാരൊക്കെ ഉണ്ട്. ആസനമൊക്കെ ഉറപ്പിച്ചിരിക്കുന്നുണ്ട്. ആസനം ഉറയ്ക്കണമെന്ന് പറയാറ് സ്വാമിമാര്. എവിടെ ഉറപ്പിക്കും ഈ മാറുന്ന പ്രപഞ്ചത്തിൽ? അങ്ങനത്തെ ഉറപ്പിക്കുന്ന എന്ന് സത്യം എന്ന് മനുഷ്യർ കൺസീവ് ചെയ്യുന്നത് മാറ്റമില്ലാത്തതെന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ല, അതാണ് അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ഈ സത്യം അന്വേഷിച്ച് കണ്ടെത്തി നമ്മുടെ ജീവിതം ലക്ഷ്യം റിയലൈസ് ചെയ്യാന്നൊക്കെ പറയുന്നത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് അടിത്തട്ടിലൊരു സത്യം. അങ്ങനെ അത് നമ്മൾ ഈ പശുവിനെ കെട്ടാനായിട്ട് ഒരു കുറ്റി അടിക്കത്തില്ലേ, അതുപോലാണ് ഈ സത്യം. നമ്മൾ വൈകുന്നേരം ചെല്ലുമ്പോൾ പശു അവിടെ വേണ്ടേ, അപ്പോൾ ഒരു കുറ്റി, ഇളകാത്ത ഒരു കുറ്റി വേണം. ഇതുപോലാണ് നമ്മുടെ ചിന്തയ്ക്ക് നമുക്ക് ഒരു അടി ഉറപ്പിക്കാൻ വേണം, അളക്കാനൊരു പോയിന്റ് വേണ്ടേ. അതാണ് നമ്മുടെ സത്യം. അത്രേ അർത്ഥമേ ഉള്ളൂ. അല്ലാതെ ഒരു സത്യവും ലോകത്തില്ല. സത്യം അസത്യം എന്നൊക്കെ പണ്ട് ആൾക്കാർ പറയുന്ന രീതിയിലൊന്നും അല്ല ഇത് മനസ്സിലാക്കേണ്ടത്. നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനെ മെഷർ ചെയ്യുന്ന ആൾക്കാരുടെ തുടക്കങ്ങൾ. അപ്പം തുടക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്.
അപ്പം നമ്മൾ രണ്ടുപേരും സംസാരിച്ച് തുടക്കമില്ല, ഇനി നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ നിർത്തും. അപ്പോൾ ഈ സംസാരത്തിന് തുടക്കമുണ്ട്, അവസാനമുണ്ട്. സിനിമയ്ക്ക് തുടക്കമുണ്ട്, അവസാനമുണ്ട്. അപ്പോൾ എഴുതി കാണിക്കത്തില്ല ശുഭം, സിനിമയുടെ അവസാനം എഴുതി കാണിക്കത്തില്ല ശുഭം. എപ്പോഴാണ് ശുഭം പറയുന്നത്? ചെറുക്കനും പെണ്ണും കൂടെ പ്രണയിച്ച് നിൽക്കുന്നവർ കല്യാണം കഴിക്കുന്ന സമയത്ത് ശുഭം എന്ന് എഴുതി കാണിക്കും. അന്ന് രാത്രി അവർ തമ്മിൽ ഡൈവേഴ്സ് പെറ്റീഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഏരിയ ഉണ്ടല്ല, കല്യാണ ദിവസം നമ്മളങ്ങ് ശുഭം കഴിഞ്ഞ്, സിനിമ കഴിഞ്ഞ് അങ്ങ് എണ്ണിട്ടിട്ട് അങ്ങ് എല്ലാവരും സിനിമ തീർന്നെന്നൊക്കെ പറയത്തില്ലേ. ഇത് ഒരു ഏട് മാത്രമാണെന്നറിയാം. നമ്മുടെ ഏത് അളവും പ്രപഞ്ചത്തിനകത്ത് ഒരു ഏട് മാത്രമാണ്. അപ്പം മാത്രമാണ് നമ്മൾ അതിനകത്ത് ഈ പറയുന്ന കുറച്ച് ഉള്ളത്. എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കും, സ്ഥിരമായി എവിടെയാണ് താമസിക്കുന്നത്? ചത്തുപോകുന്ന എൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ചത്തുപോകുന്നവരത്തിനാ ചോദിക്കുന്നത്, സ്ഥിരമായി എവിടെയാണ് താമസിക്കുന്നത്? പെർമനൻ്റ് അഡ്രസ്. ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഭയങ്കരമാണ് പെർമനൻ്റ് അഡ്രസ്. എന്താണ് പെർമനന്റ് ആയിട്ടുള്ളത്? നമ്മൾ ചിരിച്ചു പോകത്തില്ലേ, പെർമനന്റ് അഡ്രസ് ഉണ്ടോ? ഇവിടെ ആണെങ്കിൽ സ്ഥിരം സ്ഥലമാറ്റം ഉള്ള ആൾക്കാരാണ് ഉള്ളത്. അവർ പോലും പറയും പെർമനന്റ് അഡ്രസ്സ്. ഒരിക്കലും ആവശ്യമില്ല, പെർമനന്റ് അഡ്രസ്സില്ല, പോക്കാണ്, ട്രാൻസ്ഫറാണ്. ഇതുപോലുള്ള കൺസെപ്ച്വലായിട്ട് മനുഷ്യരുണ്ടാക്കുന്ന ഒരു സാധനം മാത്രമാണ് ഈ പെർമനൻസി എന്ന് പറയുന്നത്. പ്രപഞ്ചം പെർമനൻ്റ് ആണ്, പക്ഷെ പ്രപഞ്ചത്തിൽ ഒന്നും പെർമനൻ്റ് അല്ല, നിരന്തരം മാറുന്നു. അങ്ങനത്തെ ഒരു പ്രപഞ്ചമാണ്. അതുകൊണ്ടാണ് അറിഞ്ഞു തീരുന്ന പ്രപഞ്ചം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അറിഞ്ഞു തീരത്തില്ല, ഒരിക്കലും അറിഞ്ഞു തീരത്തില്ല. അവസാനത്തെ അറിവ്, കാരണം അങ്ങനെ ഒരു സാധനമില്ല, അറിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അറിവിനെ നിരന്തരം പരിഷ്കരിക്കുക, അല്ലെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ അറിഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അറിഞ്ഞു തീർക്കണോ, ഈ നേരത്തെ പറഞ്ഞാൽ തുടക്കമിട്ട് അവസാനമിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നു. പക്ഷേ ഈ അതിന് ഒരു ഉദാഹരണമായിട്ട് നമ്മൾ മനസ്സിലാണ്, ഈ അറിയാൻ പറ്റും, അറിഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ചില സമയമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നു മലപ്പുറത്ത് നമ്മളിരിക്കുന്നു. അപ്പോൾ മലപ്പുറത്തിനെ പറ്റി ഇവിടുത്തെ എത്ര വഴികളുണ്ട്, എത്ര വീടുകളുണ്ട്, എത്ര ആളുകളുണ്ട്, ഇവിടെ എത്ര പശുവുണ്ട്, ആൾക്കാർ, ഇതെല്ലാം നമ്മൾ സെൻസസ് എടുത്തും ഇവിടുത്തെ മാപ്പ് ഉണ്ടാക്കിയും നമ്മൾ കണ്ടെത്തി മലപ്പുറം അളന്ന് മനസ്സിലാക്കി. ഏത് വഴി നമ്മൾ ഗൂഗിൾ മാപ്പ് പോലെ എല്ലാ സാധനവും നമ്മൾ ചെയ്ത് ഫിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തൃശ്ശൂർ എന്നാൽ ഇനി അളന്ന് കളയാൻ തീരും. അങ്ങനെ തൃശ്ശൂർ പോയി നമ്മൾ തൃശ്ശൂർ മുഴുവൻ അളന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിനപ്പുറത്ത് നമ്മൾ എറണാകുളം അളന്ന് നോക്കുക, അളന്ന് പോയി അവിടെയും കറക്റ്റാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലപ്പുഴ പോയി, ആലപ്പുഴ അളന്ന്, അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത്, എന്നിട്ട് നമ്മൾ തന്നെ തിരിച്ചു വന്ന് മലപ്പുറത്ത് വരുമ്പോൾ മലപ്പുറം നമ്മൾ കണ്ടതൊന്നും അവിടെ ഇല്ല, എല്ലാം മാറിപ്പോവും. അളന്നതെല്ലാം മാറിപ്പോവും. കാരണം അവിടെ വേറെ പുതിയ വീട്, പുതിയ ആളുകൾ, വേറെ കംപ്ലീറ്റ് പശുവൊക്കെ കൂടി, ആ കാക്കയൊക്കെ കൂടി ആകെ മാറിപ്പോവും. നമ്മൾ ഈ അളന്ന് വെച്ച ഒരു സാധനവും ഇല്ല, കംപ്ലീറ്റ് തെറ്റിപ്പോവും. ഞാൻ ഇത് നമ്മുടെ മാപ്പ് ഇത് നമ്മൾ ചേരുത്. അപ്പം നിരന്തരം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ഈ അളന്ന് കുറിച്ച് മനസ്സിലാക്കിയ സാധനം. ഞാൻ ഇപ്പം ചോദിക്കേണ്ടത് ഇത് ഈ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റിലാണോന്ന് അറിയില്ല, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ അറിവ് എന്ന് പറയുന്നത്, അറിയുക എന്നുള്ള പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അറിവ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഇതുണ്ട്, അറിവ് നമ്മൾ നിർമ്മിക്കുന്നതാണ് പറയുന്നത്, അല്ലെങ്കിൽ അറിവ് നമ്മൾ കണ്ടെത്തുക, ഉള്ള കാര്യത്തെ അറിയുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ അറിയുക എന്നുള്ള പ്രോസസ്സ് സത്യത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു വിശദീകരണം വരുന്നത്? നമുക്ക് അറിയുക, ഇതിപ്പം നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് വളരെ ഡിഫറൻ്റായ ഒരു വിഷയത്തിലോട്ട് നമ്മൾ മാറും. അത് അല്ല, അത് ഈ ഇത് കോണ്ടെക്സ്റ്റിൽ റിലവൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ല, അത് എന്ന് പറഞ്ഞാൽ ജീവനെ പറ്റി സംസാരിക്കേണ്ട പോയിന്റ് വരും. അല്ല, ഇപ്പം ഈ അറിയുക എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നമ്മൾ ഈ ചോദ്യത്തിന് നമ്മൾ പറയേണ്ട ഉത്തരം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഇന്ദ്രിയത്തിന് വിഷയീഭവിക്കുന്ന, അതിൻ്റെ മുന്നിലിരിക്കുന്ന, അതിൻ്റെ ഒബ്ജക്റ്റായിട്ടിരിക്കുന്ന, വിഷയമായി മാറുന്ന അതിനെയാണ് നമ്മൾ ആ ഇന്ദ്രിയം കൊണ്ട് മനസ്സിലാക്കുക. അങ്ങനെയാണ് അതിനെ അറിയുന്നത്. ഇപ്പം നേരത്തെ ഞാൻ ആ ഗ്ലാസിനെ തൊട്ടിട്ട് പറഞ്ഞില്ലേ, 3 തരത്തിൽ നമ്മളിപ്പോൾ അത് അറിയുന്നുണ്ട്. അപ്പം ആ തലത്തിൽ വിഷയമായിരിക്കുന്ന അവസ്ഥയിൽ അതിനെ ഏതെങ്കിലും ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ അറിയുക എന്ന് പറയുന്ന സംഭവം. ഇന്ദ്രിയങ്ങളില്ലാത്തടത്ത് ഒരു അറിവുണ്ട് എന്ന് പണ്ട് വേദാന്തിക്ക് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. ബോധം തന്നെത്താൻ നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളില്ലാതെ ഒരറിവും ഉണ്ടാകത്തില്ല, അറിവോ അനുഭവം ഉണ്ടാകത്തില്ല.
ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ അറിവുണ്ടാവുള്ളൂ. അത് ഏതെങ്കിലും ഒരു ഇന്ദ്രിയമില്ലാതെ പറ്റത്തില്ല. ഇന്ദ്രിയങ്ങൾ 1, 2, 3 എത്ര ഇന്ദ്രിയമുണ്ടോ അത്രയും സങ്കീർണമായി അതിനെ അറിയും. പലതരത്തിലറിയാം. അറിയുന്നത് എന്താണോ ഇവിടെ ഉള്ളതിനെയാണ് അറിയുന്നത്. ഉള്ളതിനെ അറിയുന്നതനുസരിച്ച് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. പലതരത്തിലെ ഇന്ദ്രിയങ്ങളിലൂടെ പലതരത്തിൽ ഒന്നിനെ അറിയുകയാണ് ചെയ്യുന്നത്. ആ ഒന്ന് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ ഉള്ളൂ. കാരണം അത് നിരന്തരം മാറുന്നതാണ്. അത് നമുക്ക് ഇതിനെ ഗ്ലാസ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ ആറ്റം എന്ന് വിളിക്കാൻ ബാധ്യത വരും. അതിന് ആറ്റത്തിൻ്റെ കൂട്ടായ്മയാണ് ആ ഇരിക്കുന്നതെന്നും അതിന് ഇന്ന ഘടകങ്ങളുണ്ടെന്നും എല്ലാം നമ്മൾ പറയേണ്ടി വരും. നമ്മൾ ഈ പറയുന്ന ഗ്ലാസ് മാത്രമായിട്ടല്ല ഇരിക്കുന്നത്. അത് അതിൻ്റെ തന്മാത്രകൾ ഇരിക്കുന്ന സാധനമുണ്ട്. അത് നമ്മൾക്ക് ഈ പറയുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ലാതിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ ഓരോ കാര്യത്തിനകത്തും നമ്മൾ അറിയുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഇന്ദ്രിയ അനുഭവത്തിനെയാണ് അറിവെന്ന് നമ്മൾ പറയും. മറ്റേതങ്ങനെയല്ല. പണ്ട് വേദാന്തികളെ സംബന്ധിച്ചോളം ബോധം അങ്ങനെ ഇരിക്കുകയാണ്. ബോധത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായെന്ന് അവർ പറയുന്ന കാരണം കൊണ്ട് അവർക്ക് ഒന്നിനുമില്ലാതെ ഒരറിവുണ്ടെന്ന് അവർ പറഞ്ഞു തരുന്നു. നമുക്കതല്ല. ഇന്ദ്രിയത്തിനൂടെ പെർസീവ് ചെയ്യുന്ന അനുഭവമായിരിക്കുന്ന അതിനെയാണ് നമ്മൾ അറിയുക എന്ന് പറയുന്ന പ്രക്രിയ. രണ്ടായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്ന വസ്തുവും അറിയുന്ന ആളും അറിയപ്പെടുന്നതും തമ്മിലുള്ള ബന്ധത്തിനകത്ത് അവർ ത്രിപുടി എന്ന് പറഞ്ഞിരുന്ന സ്ഥലം നമുക്ക് ആ ഒരൊറ്റ പ്രോസസ്സിൽ മാത്രമേ അറിവുണ്ടാവൂ. അല്ലാതെ അറിയപ്പെടുന്നതുണ്ട് അറിയുന്നവനില്ലെന്നോ അല്ലെങ്കിൽ അറിയുന്നവനുണ്ട് അറിയപ്പെടുന്നതില്ലെന്നോ പറഞ്ഞാൽ സംഭവം നടക്കത്തില്ല. രണ്ടും കൂടി അല്ല. ഇത് നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ 3 പ്രോസസ്സോടെ ഉണ്ടായിരിക്കും. 3 പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ അറിയുന്ന വിഷയമായിരിക്കും. ഇപ്പം ഇയാൾ എന്നെ അറിയുമ്പോൾ ഞാൻ ഇയാളെ അറിയുമ്പോൾ ഇയാൾ എന്നെ അറിയുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നടക്കണ്ടേ. അപ്പം താൻ എന്നെ അറിയുന്നില്ല. തനിക്ക് ഞാൻ വിഷയമാണ്, എനിക്ക് താൻ വിഷയമാണ്. അപ്പം എൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് താനുണ്ടെന്ന് ഞാൻ അറിയുന്നത്, തൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഞാനുണ്ടെന്ന് അറിയുന്നത്. അപ്പം നമ്മൾ രണ്ടുപേരും അപ്പം നമ്മൾ ഈ ഗ്ലാസിനെ അറിയുന്നത് പോലല്ലത്. പരസ്പരം അറിയുക എന്ന് പറയുന്നത് ജീവൻ്റെ സവിശേഷ സ്വഭാവത്തിനകത്ത് വരും. അത് നമ്മൾ ജീവനെപ്പറ്റി സൂക്ഷ്മമായിട്ട് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വിശദീകരിക്കാം. ഇപ്പം നമ്മൾ ഈ അറിയുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഇന്ദ്രിയത്തിന് വിഷയീഭവിക്കുക എന്നാൽ അതിൻ്റെ ഒബ്ജക്റ്റായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ അറിയുക എന്ന് പറയുന്ന പ്രക്രിയ. ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അറിവുണ്ടാകുന്നില്ല. അറിയുക എന്ന പ്രോസസ്സ് തന്നെ ജീവനായി ബന്ധപ്പെട്ടുള്ള അറിയുന്ന വശവും അറിയപ്പെടുന്നതും അറിവും കൂടെ ചേർന്ന് നിൽക്കുന്ന പ്രോസസ്സ്. ഒരു പ്രോസസ്സിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പ്രക്രിയ അറിയുക എന്ന് പറയുന്ന പ്രക്രിയ വിശകലനം ചെയ്യുമ്പോൾ അറിയുന്ന ആളുമുണ്ട് അറിയപ്പെടുന്ന വിഷയമുണ്ടെന്ന് നമ്മൾ പറയും. അത്രേ ഉള്ളൂ. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നായിരുന്നു വേദാന്തി പറയുന്നത്. നിങ്ങളുടെ തോന്നലാണ് ഈ കാണുന്ന ക്ലാസ്, ഈ കാണുന്ന സാധനങ്ങൾ, ഈ കാണുന്ന റിയൽ ആയിട്ടുള്ള അവർക്ക് ഈ പറയുന്ന സത്യ അന്വേഷണമൊക്കെ ഉള്ളത് കൊണ്ടാണ്. നമുക്കങ്ങനല്ല. നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിനെ അറിയാൻ ശ്രമിക്കുന്നവരിടുന്ന അതിരുകൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സൗകര്യത്തിനാണ്. അത് ഞാൻ സാധാരണഗതിയിൽ പറയുന്ന ഒരു ഉദാഹരണമാണ്. ഇപ്പം ഒരു മുറ്റത്തൊരു കോർട്ട് വരയ്ക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അവിടെ ആദ്യം ഒരു പോയിന്റ് നമ്മൾ അടിച്ച് ഒരു കമ്പിട്ട് അടിച്ച് അവിടെ വെച്ചിട്ട് അവിടെ നിന്നാണ് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ അളക്കുന്നത്. അത് ആ കോളം വരച്ചു കഴിഞ്ഞാൽ അകവുമുണ്ട് പുറവുമുണ്ട്. പിന്നെ അതിനു മുമ്പ് അകവുമില്ല പുറവുമില്ല. നമ്മളുണ്ടാക്കിയതിന് ശേഷം ഷട്ടിലടിച്ചാൽ പുറത്ത് പോയി എന്ന് പറയും. അതുവരെ അവിടെ ഇങ്ങനൊരു സംഭവമില്ല. പക്ഷെ അതിനുശേഷം അകവുമുണ്ട് പുറവുമുണ്ട്. അതുകൊണ്ട് അളക്കുമ്പോഴാണ് ആരംഭങ്ങളുണ്ടാകുന്നതും അകവും പുറവും എല്ലാം ഉണ്ടാകുന്നത്. അല്ലാതെ ഒരിക്കലും ഇപ്പം നമ്മൾ മലപ്പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മലപ്പുറം തീരുന്നു എന്ന് അവിടെ എഴുതി വയ്ക്കുന്നില്ലെങ്കിൽ ഒരിക്കലും മലപ്പുറം തീരത്തില്ല. ഇവിടെ കൂടെ നടന്ന് നമ്മൾ അമേരിക്ക വഴി കറങ്ങി തിരിച്ച് ഇവിടെ വരേണ്ടി വരും. ഭൂമിയുടെ മുകൾ വശത്തൂടെ പോയെല്ലാം മലപ്പുറം തീരുന്ന പ്രശ്നമില്ല. മലയാളികൾക്കും മനുഷ്യർക്കും മാത്രമേ മലപ്പുറം തീരത്തുള്ളൂ. ഗുഡ് ബൈ കം ബാക്ക് എന്നെഴുതി വയ്ക്കുന്നത് വഴിയാണ് തീരത്തുള്ളൂ. കാക്കയ്ക്കില്ല, പൂച്ചയ്ക്കില്ല, ഈച്ചയ്ക്കില്ല, പക്ഷേ മനുഷ്യർക്കുണ്ട്. അങ്ങനെ മനുഷ്യനിർമ്മിതമായ തുടക്കങ്ങളും അപ്പം ഇവിടെ മനുഷ്യർ അളക്കുന്നതുകൊണ്ടാണ്.
അതുകൊണ്ടാണ് കാക്ക ഈ മലപ്പുറം ഗുഡ് ബൈ കം ബാക്ക് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡിലിരുന്ന് പറന്ന് അപ്പുറത്തോട്ട് പോകും. അതിന് മലപ്പുറം തീർന്നിട്ടൊന്നുമില്ല. ഇതുപോലാണ് ഈ അതിരുകളെല്ലാം. അപ്പം അതിരുകൾ ആവശ്യമാണ്, അത് വേറെയാണ്. അളക്കുന്ന ആളിന് ആവശ്യമാണെന്നുള്ളതാണ്. അളക്കുന്ന ആളിനാണ്, അല്ലാതെ അതിലുള്ളതല്ല. ഈ കോർട്ട് എന്ന് പറഞ്ഞത് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, എപ്പോ വേണമെങ്കിലും നമുക്ക് മാറ്റാം, ചെറുതാക്കാം. പക്ഷെ അപ്പോഴും അതിനൊരു അതിരുണ്ടാവും. അത് മെഷർ ചെയ്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നമുക്ക് മാത്രമുള്ളതാണ്. അപ്പം ഇതുപോലെ പ്രപഞ്ചത്തിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇടുന്ന അതിരുകളാണ് നമ്മൾ ഈ പറയുന്ന ബിഗ് ബാങ് എന്ന് പറയുന്നത്. അത് അളക്കാൻ കഴിയാതിരിക്കുന്ന ഒരു പോയിൻ്റായിട്ട് അത് നിൽക്കുന്നത് കൊണ്ടാണ് അതിനെ സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നത്. അവിടെ നമുക്കുള്ള രണ്ട് മെഷറിംഗ് റോഡാണ് സ്പേസും ടൈമും. ഇത് രണ്ടും യൂസ്ലെസ് ആയിട്ട് മാറുന്നത് കൊണ്ടാണ് അതിനെ തുടക്കം എന്ന് വിളിക്കുന്നത്. അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ തുടക്കമല്ലത്. പ്രപഞ്ചത്തിന് തുടങ്ങാൻ പറ്റത്തില്ല, പ്രപഞ്ചത്തിനകത്ത് തുടക്കങ്ങൾ ഉണ്ടാക്കാനും പറ്റത്തില്ല. അളക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം. ഇത്രയാണ് പറയുന്നത്. അളക്കുന്നതിൻ്റെ ആവശ്യം അവരുടെ കപ്പാസിറ്റിയും അത് പിന്നെ അളവിൻ്റെ വ്യത്യാസങ്ങളെ പറ്റി ഇപ്പോൾ ഇയാളത് പറയുന്നത്. ഏത് തരത്തിലെ അളവായാലും അത് സ്പേസ് വെച്ചിട്ട് നമ്മൾ അളന്നാൽ ഡിസ്റ്റൻസ്, നമ്മളിപ്പോൾ സൂര്യനിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടിയിട്ട് 8 മിനിറ്റ് ദൂരെയാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ സ്പീഡ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതുകൊണ്ടാണ് 8 മിനിറ്റ് ദൂരെയാണെന്ന് പറയുന്നത്. അതേ സമയത്ത് അതിന് ഡിസ്റ്റൻസ് പറയും 9,30,00,000 മൈൽ എന്ന് പറയും. ഞാൻ ഈ മൈൽ എനിക്കിപ്പോൾ കാണാറിയത് കിലോമീറ്റർ എത്ര ആണെന്ന് ഇയാൾ പറയേണ്ടി വരുവേ. കാരണം ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് പഠിച്ചു പോയത് 9,30,00,000 മൈലാണ്. അത് മൈൽ വെച്ച് അളക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നത് സ്പേസ് എന്ന് പറയുന്ന മെഷറിംഗ് റോഡ് ഉപയോഗിക്കുന്നുണ്ടാണ് 9,30,00,000 മൈൽ എന്ന് പറയുന്നത്. ടൈം എന്ന് പറയുന്ന മെഷറിംഗ് റോഡ് വെച്ച് അളക്കുന്നതുകൊണ്ടാണ് 8 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പം ലൈറ്റ് സെക്കൻഡിൽ 3,00,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1,86,000 മൈൽ വേഗതയിൽ യാത്ര ചെയ്യുന്ന ലൈറ്റ് വെച്ച് അളക്കുന്നതുകൊണ്ടാണ് നമ്മൾ. അപ്പോൾ ഈ ടൈമും സ്പേസും എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവപരമായി ഈ മാറ്റത്തിനെ മനസ്സിലാക്കുമ്പോൾ സ്പേസ് എന്നും, വെർട്ടിക്കലായി ആന്തരികമായി നമ്മൾ ഈ മാറ്റത്തിനെ മനസ്സിലാക്കുമ്പോൾ ടൈം എന്നും വിളിക്കും. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് വസ്തുവിൽ നിന്ന് ഭിന്നമായി ടൈമിനെയും സ്പേസിനെയും ഐൻസ്റ്റൈൻ വയ്ക്കാത്തത്. ഇത് അതിൻ്റെ നമ്മൾ നീളം, വീതി, പൊക്കം എന്ന് പറയുന്നതിനോടൊപ്പം സ്പേസ് ടൈം കണ്ടിന്യൂം എന്ന് പറയുന്ന കാര്യവും കൂടെ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കണം. അപ്പം ആ ഡയമെൻഷൻ, അതൊരു ഡയമെൻഷനായിട്ടാണ് ഐൻസ്റ്റൈൻ അത് പറയുന്നത്. ഫോർത്ത് ഡയമെൻഷനായിട്ടാണ്. അപ്പം അത് ഇത് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാനും പറ്റത്തില്ലെന്ന് അദ്ദേഹം കാണുന്നുണ്ട്. കാരണം ഇത് ശരിക്കും പറഞ്ഞ മെഷറിംഗ് റോഡാണ്, അല്ലാതെ ഒബ്ജക്റ്റീവായിട്ട് അവിടെ ഇരിക്കുകയല്ല. നമ്മൾ എന്താണോ ഇവിടെ ഉള്ളത് അതിനെ അറിയാൻ ശ്രമിച്ചാൽ നമ്മുടെ മെഷറിംഗ് റോഡ് വെച്ചിട്ടേ അറിയാൻ, അത് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് കാലപ്രവാഹത്തിലല്ലേ പ്രപഞ്ചം നിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പണ്ടേ പറയുന്നത്, കാലപ്രവാഹത്തിൽ. കാലൻ വന്ന് നമ്മളെ കൊല്ലും എന്നാണല്ലോ, കാലം വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെയാണല്ലോ പറയുന്നത്. കാലമാണ് പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് ആൾക്കാർ പറയുന്നത്. പക്ഷെ കാലൻ വരാനൊക്കത്തില്ല, കാരണം കാലം ഉള്ളതല്ല. മാറ്റത്തിനെയാണ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ടൈമും സ്പേസും. അല്ലാതെ ടൈമിലും സ്പേസിലും വസ്തു നിൽക്കുകയല്ല. വസ്തുവിലുള്ള മാറ്റം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ്, മെഷറിംഗ് റോഡാണ് ടൈം സ്പേസ്. അത് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടൊരു എക്സിസ്റ്റൻസ് അതിന് സാധ്യമല്ല. ഇത് ഇങ്ങനെ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് അനാവശ്യ പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ടൈമും സ്പേസും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ സ്പേസിനെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളത് പുറത്തിരിക്കുന്ന സാധനമാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. അതല്ല, ഒരു 360 ഡിഗ്രിയിലാണ് നമ്മൾ. അതാണ് ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ട് 360 ഡിഗ്രി നമുക്ക് മൂവ് ചെയ്യാം സ്പേസിൽ. ഏത് ദിശയിലേക്കും നമുക്ക് പോകാൻ പറ്റും. മുന്നോട്ടും പുറകോട്ടും എന്ന് പറയുന്നതൊന്നും അതിന് ഏത് ദിശയും 360 ഡിഗ്രിയിലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും സ്പേസിനകത്ത്. പക്ഷെ ടൈമിൽ നമുക്ക് ഒരു ദിശയേ ഉള്ളൂ, ഒറ്റ ഡയറക്ഷൻ. അത്
മുന്നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം എങ്ങോട്ടിരിക്കുന്നത് അതാണ് മുന്നോട്ട്. തിരിഞ്ഞു നിന്നാൽ അങ്ങോട്ട് മുന്നോട്ട്, ഇങ്ങനെയുള്ളു. അല്ലാതെ നമുക്ക് എടുക്കാനൊക്കത്തില്ല. കാരണം വെർട്ടിക്കലായിട്ട് അറിയുന്ന ആരാണോ അവരിൽ തന്നെയാണ്. അത് ഇങ്ങനെ മനസ്സിലാക്കണം. ഇപ്പം ഇവിടെ നമ്മൾ ഇത്രയും കുറച്ച് പേര് നമ്മൾ ഇരിക്കുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് നമ്മൾ തൃശ്ശൂർക്ക് നേരത്തെ അളന്നു. ഇവിടം എന്ന് പറഞ്ഞത് എവിടെയാ? നമ്മളിരിക്കുന്ന ഇടം. ഒന്ന് തൊട്ട് കാണിച്ചേ. ഇവിടെ. അത് അവിടെയാ. മൈത്രേനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ. അപ്പൊ അവിടെ തൊടാൻ ഒക്കത്തില്ല, ഇവിടെ അത് അവിടെ എന്ന് പറയേണ്ടി വരും ഞാൻ. അപ്പൊ അത് അവിടെ അല്ല, അത് ഇവിടെയാ. ഇത് ഇവിടെയാ. മൈത്രേനെ ഇവിടെ ആയിരിക്കണം, എനിക്ക് അവിടെ ആയിരിക്കും. അപ്പം അതെന്താണ് ഇങ്ങനെ രണ്ട് ഇവിടെ ഉണ്ടായത്? ഇവിടെ രണ്ട് സ്ഥലത്തുനിന്ന് രണ്ട് സ്ഥലത്ത് എവിടെ നിന്ന് തുടങ്ങി? നമ്മൾ തുടങ്ങിയിട്ടില്ല ഇതുവരെയും. ഇവിടം എങ്ങനെയാണ് രണ്ടെണ്ണം ഉണ്ടായേ? പറ. രണ്ടാളിരിക്കുന്നതുകൊണ്ടാണ്. അറിയുന്ന ആളിനെയാണ് ഇവിടം എന്ന് പറയുന്നത്. ആരാണോ അറിയുന്നത് അവരാണ് ഇവിടം. അല്ലാതെ ഈ സ്പേസ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല. മൈത്രേനെ അറിയുന്ന മൈത്രേനെ ഇവിടെ ഞാൻ അറിയുന്നു എന്നുള്ളതല്ല. അറിയുന്ന ഏത് പോയിന്റാണോ അതാണ് ഇവിടം. അറിയുന്ന ഏത് പോയിന്റാണ് അതാണ് ഈ നിമിഷം. ഇവിടോ ഈ നിമിഷം എന്ന് പറയുന്നത് അറിയുന്ന പോയിന്റിനെയാണ് വിളിക്കുന്നത്. അല്ലാതെ പുറത്തൊന്നും ഇവിടെ ഈ നിമിഷമൊന്നും പുറത്തൊന്നും ഇല്ല. നമ്മളാണ് മെഷർ. ആരാണോ അറിയുന്നവരാണ് മെഷർ. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളിലൂടെ മെഷർ ചെയ്യുമ്പോൾ അറിയുന്ന ആളിന് അതിന് സ്പേസ് ഒന്നും, ഇന്ദ്രിയമില്ലാതെ ആന്തരികമായി അറിയുന്നതിനെ ടൈമെന്ന് നമ്മൾ വിളിക്കുക. അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും കൂടെ പുറത്തൊരിടം കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടുപേരും കൂടെ സമ്മതിക്കുന്ന ഇടമേ ഇവിടമാവുള്ളൂ. തുടക്കം. അല്ലെന്നുണ്ടെങ്കിൽ ഇയാൾ ഇവിടുന്ന് എണ്ണിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ വായിപ്പോ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളൊരു ലൈറ്റിൻ്റെ സ്പീഡിൽ ഒരു വാഹനത്തിൽ പോയാൽ അവിടെ പോകാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ പോകുന്നിടമെല്ലാം ഇവിടമായി മാറിപ്പോവുകയും ഈ നിമിഷമായി മാറിപ്പോവുകയും എന്നുള്ളതല്ലാതെ ഒരു കാലത്തും ഈ കാലത്തിലൂടെ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കരുത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻ്റായി മാറും. അവിടെ എല്ലാം പ്രസൻ്റായി. കാരണം നമ്മളാണ് ഈ ഇവിടം, നമ്മളാണ് ഈ പ്രസൻറ്റ്. അതുകൊണ്ട് എവിടെ പോയാലും അവിടം ഇവിടമായി പോകും. അത് കാരണം കൊണ്ട് ടൈം ട്രാവൽ സാധ്യമാണെന്ന് ചോദിച്ചാൽ സാധ്യമല്ല. കാരണം ടൈം നമ്മളാണ് സ്പേസ്. അറിയുന്ന ഇടത്തിനെയാണ് അറിയുന്ന പോയിന്റ്. അത് എൻ്റെ ബോധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ വായിപ്പോ. അല്ലാതെ നിങ്ങൾക്കൊരിക്കലും അവിടെ പോകാൻ, അതുകൊണ്ടാണ് നാളെ ഒരിക്കലും എത്താനൊക്കെ. നമ്മൾ ചെല്ലുമ്പോൾ പ്രസൻ്റായി പോകും, നാളെ എന്നുള്ള ഫ്യൂച്ചർ. അല്ലാതെ നമ്മളിപ്പം മാത്തമെറ്റിക്കൽ കാൽക്കുലേഷനകത്ത് നമുക്ക് ടൈം ഡയലേഷനെ പറ്റി പറയുകയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാലത്തും അനുഭവവേദ്യമാകത്തില്ല. കാര്യം നമ്മൾ പോകുന്നിടം ഇവിടെ വായിപ്പോ, നമ്മൾ പോകുന്നത് ഈ നിമിഷം വായിപ്പോ. അല്ലാതെ കഴിഞ്ഞു പോയൊരു നിമിഷത്തിൽ കഴിയുക എന്ന് പറയുന്നത് ഈ അറിയുന്നവരുടെ ഓർമ്മ മാത്രമാണ് കഴിഞ്ഞ പാസ്റ്റ് എന്ന് പറയുന്നത്. വരുന്നതിനെ പറ്റിയുള്ള പ്രതീക്ഷകളെയാണ് നമ്മൾ ഭാവി എന്ന് പറയുന്നത്. അല്ലാതെ ഭാവിയും ഭൂതവും നടുക്കൊരു വർത്തമാനവും ഇരിക്കുകയല്ല. അറിയുന്ന പോയിന്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് ഭാവിയെന്നും ഭൂതം. അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയിൽ കയറിയിരുന്ന് മുന്നോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭാവിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വണ്ടി തിരിച്ചിട്ട് വീണ്ടും ഭാവിയിലേക്ക് തന്നെ പോകാനൊക്കത്തുള്ളൂ. നമുക്ക് പാസ്റ്റിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത. ആളുകൾ വിചാരിക്കുന്നത് നീ തിരിച്ചു വന്നിരിക്കുന്നത് പാസ്റ്റിലോട്ടാണോ വന്നേ? അല്ല. അമ്മ നമ്മുടെ ചോദിക്കുകയാണ്, നീ എന്താടാ തിരിച്ചു വന്നത്? അത് ഞാനൊരു സാധനം മറന്നുപോയി. ഞാൻ പാസ്റ്റിലാണോ നമ്മൾ ചെയ്യുന്നത്? സാധ്യമേ അല്ല. നമ്മുടെ പ്രസന്റ് ആണ്. നമ്മൾ മുഴുവൻ സമയം പ്രസന്റിലേ ഉള്ളൂ, പ്രസന്റിലേ ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് തിരിച്ച് വണ്ടി വിട്ടാലൊന്നും പാസ്റ്റിൽ പോകാനൊക്കത്തില്ല. ഇത് നമ്മൾ അറിയേണ്ടത്. ഇങ്ങനെയാണ് പ്രപഞ്ചത്തിനകത്ത് നടത്തുന്ന എല്ലാ മെഷറും. ആളുകൾ തമ്മിൽ വഴക്കൊക്കെ ഇടുന്നത് അത് കാരണം കൊണ്ട് വരുന്ന ഇതുകൊണ്ടാണ്. കാരണം 2 മെഷറിംഗ് പോയിന്റുകളാണ് ഈ വഴക്കിടുന്നത്. ഞാൻ ഇവിടെ ഇപ്പം ഞാനിരുന്ന് ഇയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ,
നമ്മൾ രണ്ടുപേരും ഒരേ കാര്യം അനുഭവിക്കുന്നു എന്നാണല്ലോ പറയുന്നത്, അല്ലേ? അതെ. പക്ഷെ ഇയാള് എന്നെ ഒബ്ജക്റ്റ് ആക്കിയാ കാണുന്നത്, ഞാൻ തന്നെ സബ്ജക്റ്റ് ആയിരുന്നത്. ഒരു അനുഭവം അല്ല ഇത്. ഇനി അതുമാത്രമാണോ? എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ എന്തെല്ലാം അനുഭവിച്ചിരിക്കുന്ന ഓർമ്മകളിലൂടെയാണ് തന്നെ ഞാൻ കാണുള്ളൂ, താനതുപോലെയാണ് എന്നെ കാണുള്ളൂ. അത് കാരണം കൊണ്ട് ഇത് ഒരു കാലത്തും യോജിക്കാനൊക്കെ തയ്യില്ല. കാരണം രണ്ട് തരത്തിലെ. പക്ഷേ ഞാൻ അവിടെ തന്നെ കോടതിയിലൊക്കെ പോയിട്ട് ഞാൻ കണ്ടെന്നൊക്കെ ആൾക്കാർ പറയത്തില്ലേ, ഒന്നും സത്യത്തിൽ പറയാൻ ഒക്കത്തില്ല. നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരോപിക്കും നമ്മളുടെ അവിടെയാണ് ഈ വേദാന്തിയൊക്കെ ചില കാര്യങ്ങൾ പറയുന്ന സാധനമൊക്കെ നമുക്ക് രണ്ടാമത് എടുക്കും. പക്ഷെ അവർ പറയുന്ന പോലെ അല്ല അത് പറയേണ്ടത്. എങ്ങനെയാണ് കൊഗ്നിഷൻ എന്ന് പറയുന്നത് ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മൾ ഇനി വരും. പക്ഷെ ഇപ്പം നമ്മൾ ഈ പ്രപഞ്ചം അല്ല ഇപ്പം എങ്കിൽ പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ആ പറയുന്ന വ്യത്യസ്തമായ പെർസെപ്ഷൻസ് ആൾക്കാർക്കുള്ളപ്പോഴും അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മളുണ്ടാക്കിയ പൊതുസമ്മതിയാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് ആരംഭിച്ച് അളക്കാൻ പറ്റുന്നത്. ഇത് മലപ്പുറം ഉണ്ടാക്കാൻ പറ്റുന്നത്, കമ്മ്യൂണിക്കേഷൻ തൃശ്ശൂർ ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ ഒരു സംഘമായി നിന്നുകൊണ്ട് പരസ്പര സമ്മതത്തോടെ നമ്മളുണ്ടാക്കുന്ന എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ തുടക്കങ്ങളായിട്ടും അവസാനങ്ങളായിട്ടും ഒരു വസ്തു ഇതാണെന്നും ഇത് കസേരയാണെന്നും ഇത് മേശയാണെന്നുള്ള കോമൺ എഗ്രിമെൻറ്റ്. നമ്മൾ ഈ പറയുന്ന ഭാഷ എന്ന് പറയുന്നതൊക്കെ ഉണ്ടാകുന്നത് കോമൺ എഗ്രിമെൻറ്റിന്, അല്ലാതെ ഉള്ളത് ശബ്ദം മാത്രമാണ്. ശബ്ദമേ ഉണ്ടാക്കുന്നുള്ളൂ. ശബ്ദത്തിനകത്ത് അർത്ഥം ഉണ്ടാകുന്നത് കോമൺ എഗ്രിമെൻ്റ് കൊണ്ട് മാത്രമാണ്. ഇവിടെ ഇപ്പം ഫ്രഞ്ചുകാരൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ കൊളകൊളാന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് മാത്രമേ അയാൾ കേൾക്കൂ. ഒരർത്ഥവും ഞാൻ ഈ പറയുന്നതിനകത്തില്ല. പക്ഷേ മലയാളികൾ കേട്ട ഇവന് 2 അടി കൊടുക്കണമെന്ന് തോന്നും, ഇല്ലേ? അതാണ് ഈ മിണ്ടലുകാരൻ, ഇവന് 2 എണ്ണം കൊടുത്തേ വിട്ടിട്ട് ഒരു കാര്യമുള്ളെന്ന് അവരെല്ലാവരും കൂടെ എല്ലാ കമൻറ്റിനും എഴുതത്തില്ലേ. അത് ഈ കാരണം കൊണ്ടാണ്. കാരണം അതിനകത്ത് ഞാൻ പറയുന്നതിന് അർത്ഥമുണ്ടെന്ന് കോമൺ എഗ്രിമെന്റ് പഠിച്ചു. കാക്ക എന്ന് നമ്മൾ പറയുമ്പോൾ കാക്ക എന്നുള്ള ശബ്ദം മാത്രമേ ഇന്ന പക്ഷിയെ അതെല്ലാം പഠിപ്പിച്ച് ആവർത്തിച്ചുറപ്പിച്ച് ഒരു നാട്ടിൽ സമ്മതി ഉണ്ടാക്കുന്നത് വഴിയാണ് ഭാഷയൊക്കെ. ഭാഷയെ പറ്റിയൊക്കെ ഇനിയും പറയും. പക്ഷെ ഇവിടെ ഇപ്പം നമ്മൾ മെഷറിങ്ങിനെ പറ്റിയാണ്. ഭാഷ മെഷർമെൻ്റാണ്. ഇതെല്ലാം മെഷർമെൻറ്റുകളാണ്. ലോകത്തിനെ അനുഭവിക്കുന്നത് വ്യത്യസ്തമായ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുമ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള തുടക്കങ്ങളും അവസാനങ്ങളും മനുഷ്യൻ്റെ അറിവിനകത്ത് നിന്നുകൊണ്ട്, മനുഷ്യനെന്ന് പറയുമ്പോൾ ഈ ജീവി വരുന്നതിന് മുമ്പ് അറിയുന്നവനെന്നേ ഞാൻ വീണ്ടും പറയാനൊക്കത്തുള്ളൂ. അല്ലാതെ ഒരു അറിയുന്ന ജീവിയുടെ അറിവിനകത്താണ് ഈ മെഷർമെൻറ്റുകളെല്ലാം നിൽക്കുന്നത്. ഇവിടെ എന്താണോ ഉള്ളത് അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. അറിഞ്ഞു തീർക്കാനും ഒക്കത്തില്ല, തുടങ്ങാനും ഒക്കത്തില്ല. അറിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ.